ഹായ് എവ്രി വൺ, വെൽക്കം ടു IC Tech പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മളുടെ ടോപ്പിക് നാവിഗേറ്റിംഗ് ടെക് കരിയേഴ്സ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനായി നമ്മളുടെ കൂടെ ഇന്ന് ഒത്തുചേരുന്നത് എക്കണോമിക് ടൈംസിൻ്റെ യങ് ലീഡർ 2012 അവാർഡ് വിന്നറും സാപ്പി ഹയർ എന്ന സ്ഥാപനത്തിൻ്റെ കോ ഫൗണ്ടറുമായ മിസ്റ്റർ ദീപു സേവ്യറാണ്. വെൽക്കം സർ. താങ്ക് യു. താങ്കളുടെ 21 വർഷത്തെ എക്സ്പീരിയൻസിനെ കുറിച്ചും സാപ്പി ഹയർ എന്ന സ്ഥാപനത്തിനെ കുറിച്ചും സാപ്പി ഹയർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെ കുറിച്ചും ഞങ്ങളുടെ വ്യൂവേഴ്സിനായിട്ട് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനായിട്ട് ഒന്ന് പറയാമോ? അപ്പോൾ ജിഷ്ണു പറഞ്ഞാൽ എൻ്റെ പേര് ദീപു സേവ്യർ. ഞാൻ സാപ്പി ഹയർ എന്ന് പറയുന്ന കമ്പനിയുടെ കോ ഫൗണ്ടറാണ്. അതിന് മുന്നേ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2005 ഇൻഫോസിസിലാണ്. ഞാൻ ക്യുസാറ്റിൽ നിന്ന് എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇൻഫോസിസിൽ വർക്ക് ചെയ്തു. പിന്നെ ബോഷിലും ഒറക്കിളിലും ഒക്കെ ആയിട്ട് ഓൾമോസ്റ്റ് ഇപ്പം 10-21 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. ഇന്ത്യയിലും US-ലും സ്വിറ്റ്സർലാൻഡിലും ആയിട്ടായിരുന്നു കൂടുതലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2018 ആയപ്പം ഞാനും എൻ്റെ കോ ഫൗണ്ടർ, എൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ജ്യോതിസ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കുറേ നാളത്തെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് സാപ്പി ഹയർ എന്ന് പറയുന്ന ഒരു റിക്രൂട്ട്മെൻറ്റിനെ എങ്ങനെ ഇൻ്റലിജൻ്റ് ആക്കാമെന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത്. ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് 100+ കസ്റ്റമേഴ്സ് ഉണ്ട് അക്രോസ് സാപ്പി ഹയർ. പിന്നെ നമുക്ക് വേറെ 2 പ്രൊഡക്ട്സ്, സാപ്പി വ്യൂ എന്ന് പറയുന്ന ഒരു ഓട്ടോണോമസ് വീഡിയോ ഇൻ്റർവ്യൂ ടൂളുണ്ട്. പിന്നെ ഇപ്പം മോസ്റ്റ് റീസെൻ്റ്ലി സാപ്പി ഫൈൻഡ് എന്ന് പറയുന്ന ഒരു ടാലൻറ്റ് ഡിസ്കവറി പ്ലാറ്റ്ഫോം. അപ്പോൾ ഇങ്ങനെ സാപ്പി ഹയർ, സാപ്പി വ്യൂ, സാപ്പി ഫൈൻഡ്, ഇങ്ങനെ 3 പ്രൊഡക്റ്റാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് 100+ കസ്റ്റമേഴ്സ് ഉണ്ട്. മോസ്റ്റ്ലി വി ആർ ഇൻ ടു റിക്രൂട്ട്മെൻറ്റ് സ്പേസ്, അതായത് ഓർഗനൈസേഷൻസിന് റിക്രൂട്ട്മെൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്ന ടെക് പ്ലാറ്റ്ഫോം, സാസ് പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സർ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ജേണി, അതായത് ഇൻഫോസിസ് അതുപോലെ ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ ഈ താങ്കൾ വർക്ക് ചെയ്തിട്ടുള്ള ഈ സ്ഥാപനങ്ങളിലൂടെയുള്ള ഒരു ജേണിയിൽ നിന്ന് അതിൽ നിന്നുള്ള ഒരുപാട് ലേണിങ്ങും അതിൽ നിന്നുള്ള ഒരുപാട് എക്സ്പീരിയൻസും ചേർത്തുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു വെഞ്ചർ സ്ഥാപനം, ഒരു സാപ്പി ഹെയർ പോലൊരു സ്ഥാപനത്തിൻ്റെ ഒരു അതിലേക്ക് വരുന്ന സമയത്ത് ഈ ഓരോ റോൾ ചേഞ്ചും നമ്മളെ എങ്ങനെയാണ് താങ്കൾ അതിലേക്ക് സ്വാധീനിച്ചിട്ടുള്ളത്? സോ ഞാൻ എൻ്റെ കരിയർ 2005, അതായത് 21 വർഷം മുന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പം ആസ് യൂഷ്വൽ ഇൻഫോസിസിൻ്റെ മൈസൂർ ട്രെയിനിങ് ക്യാമ്പസിലായിരുന്നു. അപ്പോൾ അവിടെ നമ്മളെ കൂടുതലും പഠിപ്പിക്കുന്നത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതൊരു വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള 3.5 മാസം ട്രെയിനിങ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കധികം ചോയ്സ് ഒന്നുമില്ല. അവർ തന്നെ നമ്മളെ പറയും ദിസ് ഇസ് യുവർ പ്രോജക്റ്റ്, ഇതാണ് ലൊക്കേഷൻ. അപ്പോൾ എനിക്ക് ബാംഗ്ലൂർ ലൊക്കേഷനിലാണ് കിട്ടിയത്. അങ്ങനെ അവിടെ വന്നു. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ സീനിയേഴ്സ് ഉണ്ടല്ലോ, പ്രൈമറിലി നമ്മളെപ്പോഴും നോക്കിക്കാണുന്നത് നമ്മളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ്, അവരെങ്ങനെ ഇത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് കസ്റ്റമറിനോട് ഇൻട്രാക്ട് ചെയ്യുന്നത്, അവരൊരു ഇത് വരുമ്പോൾ ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ എങ്ങനെയാണ് അത് പഠിക്കുന്നത്. അപ്പം ബേസിക്കലി എനിക്ക് കണ്ടേക്കുന്ന ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്, ഇൻഫോസിസ് വന്നപ്പം ഒരു പുതിയ ടെക്നോളജി പഠിക്കണമെങ്കിൽ നമുക്കൊരു മടി തോന്നില്ല. കാരണം നമ്മുടെ മേലുള്ള സീനിയേഴ്സ് എല്ലാവരും ചെയ്യുന്നത് ഒരു പുതിയ ടെക് വന്നാൽ അപ്പം തന്നെ ഒരു ബുക്ക് മേടിക്കും, എന്നിട്ട് അത് വായിച്ചങ്ങ് പഠിക്കാൻ തുടങ്ങും അവർ. കാരണം ആ സമയത്ത് ഇൻ്റർനെറ്റ് ആണെങ്കിലും വൈകിട്ട് 5 മണി കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കിട്ടത്തുള്ളൂ ഓഫീസിൽ. അപ്പോൾ മാനേജേഴ്സ് ആൻഡ് എബവ് ആണെങ്കിൽ 5 മണി 5:30 കഴിയുമ്പോൾ ഇൻ്റർനെറ്റ് അതിന് മുന്നേ ഉണ്ട്. പക്ഷേ നമുക്ക് സാധാ ജൂനിയർ റിസോഴ്സിന് 5:30 കഴിഞ്ഞേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു ടെക് പഠിക്കണമെങ്കിൽ നമ്മുടെ സീനിയേഴ്സിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവരൊരു ബുക്ക് മേടിക്കും, വായിച്ചങ്ങ് പഠിക്കും. ഇപ്പോൾ കംപ്ലീറ്റ് റെഫറൻസ് എന്നൊക്കെ പറഞ്ഞ കുറേ ബുക്കുകളുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇൻഫോസിസിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്, ഒരു പുതിയ ടെക് ആണെങ്കിലും ഒരു മടി ഉണ്ടാവരുത്. യു ഷുഡ് ജസ്റ്റ് സ്റ്റാർട്ട് ലേണിങ് ഇറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത റോളിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു ടീം നമ്മുടെ കൂടെ വരും. അപ്പോൾ ആ ടീം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് നമ്മുടെ വർക്ക് മാത്രമല്ല വേറെ 2 കാര്യം കൂടെ വരും. ഒന്ന്, നമ്മുടെ ടീമിൻ്റെ ഡെലിവറിയും നമ്മൾ എൻഷുർ ചെയ്യണം. അതോടൊപ്പം അവരുടെ ഒരു പേഴ്സണൽ വെൽബീയിങ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ഭാഗമുണ്ടല്ലോ, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇത് 2 ഡയമെൻഷനും കൂടെ കൂട്ടിച്ചേർക്കാൻ നമ്മൾ നോക്കും. അവരുടെ എങ്ങനെ അവർക്കൊരു ബെറ്റർ കരിയർ എടുക്കാൻ പറ്റുന്നത്. കാരണം അവർ നിൽക്കുന്നിടത്തോളം കാലം ദേ ഷുഡ് ബി വർക്കിംഗ് ഫോർ ദി ഓർഗനൈസേഷൻ ആൻഡ് ഫോർ ദംസെൽസ്. ഇത് 2 അലൈൻഡ് ആയിക്കഴിഞ്ഞാൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്യും. ഇതാണ് നമ്മുടെ ഫിലോസഫി. അങ്ങനെ നമ്മുടെ ഒരു ടീം ലീഡറിൽ നിന്ന് പ്രൊജക്ട് മാനേജർ എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമുക്ക് കസ്റ്റമർ എന്നുള്ള അഡീഷണൽ ഡയമെൻഷനും കൂടെ വരും. നമ്മുടെ ടീമിൻ്റെ കാര്യം നോക്കണം, നമ്മളുടെ ഡെലിവറി നോക്കണം, പിന്നെ കസ്റ്റമറിന് ഈ ഹോൾ പ്രോസസ്സിൽ നിന്നൊരു വാല്യൂ അഡീഷൻ ഉണ്ടാവണം. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വരുന്ന ഓരോ റോള് കഴിയുമ്പോഴും നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ഓരോ ഡയമെൻഷൻ ആഡ് ആയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ലീഡർഷിപ്പിലോട്ട് വരുമ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ കുറേ പാരാമീറ്റേഴ്സും KPIs നമുക്ക് വരും. അപ്പം ഞാൻ നോക്കി കാണുമ്പോൾ ഇപ്പോൾ ഇൻഫോസിസിലാണെങ്കിലും ബോഷിലാണെങ്കിലും ഒറക്കിളിലാണെങ്കിലും
നമുക്ക് ഈ ഓരോ റോളും കൂടുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയുടെ സ്പെക്ട്രം വലുതായിക്കൊണ്ടിരിക്കും. അവിടെ നമ്മൾ മടി കൂടാതെ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എങ്ങനെ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാം, ഇങ്ങനെ പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് എൻ്റെ കരിയറിൽ ഞാൻ കണ്ടത് ഓരോ റോൾ ചേഞ്ചിലും ഈ ഓരോ ഡയമെൻഷനാണ് ആഡ് ആയിക്കൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് കൂടി മാറുന്ന പ്രൊഫഷണലി മാത്രമല്ല പേഴ്സണാലിറ്റിയുടെ കൂടെ ഭാഗമായിട്ട് മാറുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ആസ്പെക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ്. സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരും ആകാം നമ്മുടെ സ്റ്റേക്ക് ഹോൾഡർ. നമ്മുടെ ടീംമേറ്റ്സ് ആവാം, കസ്റ്റമേഴ്സ് ആവാം, സീനിയർ ലീഡർഷിപ്പ് ആകാം, കമ്പനിയുടെ മാനേജ്മെന്റ് ആകാം. ഇതെല്ലാം നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ. അപ്പോൾ അവരുടെ എക്സ്പെക്ടേഷനും നമ്മളുടെ ഒരു എക്സ്പെക്ടേഷനും കൂടെ അലൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. സോ അതാണ് നമ്മളിലെ ഏറ്റവും ബെസ്റ്റിനെ പുറത്ത് കൊണ്ടുവരുന്നത്. ഇത് രണ്ടും അലൈൻ ആകുമ്പോഴാണ്. ഇപ്പം എൻ്റെ ആസ്പിറേഷൻ ഇങ്ങോട്ട് പോകുന്നതാണ്, കമ്പനിയുടെ ആസ്പിറേഷൻ അങ്ങോട്ട് പോകുന്നതാണെങ്കിൽ ഇതൊരിക്കലും അലൈൻഡ് അല്ല. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ആസ്പിറേഷൻ നമ്മുടേതും ഒരേ താളത്തിൽ എത്തിച്ച് അലൈൻഡ് ആക്കുന്ന ആ ഒരു നാക്ക് ഉണ്ടല്ലോ, അതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലുത്. അത് എല്ലാ റോളിനും ബാധകമാണ്. ഒരു ഫ്രഷർ തൊട്ട് ഒരു കമ്പനിയുടെ ഫൗണ്ടർ ആകുമ്പോഴും ഈ ഒരു സ്കില്ല്, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നോക്കട്ടെ ഏറ്റവും മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽ. യെസ്. സോ നമ്മൾ അത്തരത്തിലുള്ള ഒരു സ്കില്ലിനെ കുറിച്ച് മിക്കവാറും നമ്മളുടെ ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ കോളേജ് കാലഘട്ടത്തിൽ നിന്നോ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഓറിയന്റേഷനോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷനോ കിട്ടുന്നില്ല എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. മാത്രമല്ല ഇതെല്ലാം ഓൺ ദ ഗോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വെച്ച് ലേൺ ചെയ്തെടുക്കുന്ന ഒരു സ്കില്ലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ 2005 ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു 21 വയസ്സ്, അതായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വന്നു നിൽക്കുന്ന ആ ഒരു ദീപു സേവിയറിനോട് ഇതുവരെയുള്ള ഒരു ജേർണിയെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് വാട്ട് വുഡ് യു ബി സേയിങ്? അന്ന് ഇതൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല സത്യം പറയാനൊക്കെ. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എഞ്ചിനീയറിംഗ് കയറുമ്പം എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടുക എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കങ്ങനെ ഭയങ്കര ആസ്പിറേഷനൊന്നും അന്ന് ടു ബി ഫ്രാങ്ക് ഇല്ലായിരുന്നു. നമുക്ക് ആ പഠിച്ചിറങ്ങാൻ നേരത്ത് എഡ്യൂക്കേഷൻ ലോണുണ്ട്. അപ്പം ഈ ലോൺ അടയ്ക്കുക എന്നുള്ളൊരു ആസ്പിറേഷൻ അല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ആസ്പിറേഷൻ ഇല്ല. പക്ഷെ ഒരു പരിധി വരെ, പക്ഷേ സ്റ്റിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അവിടെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പം യൂണിവേഴ്സിറ്റി കലോത്സവം അതിൻ്റെ ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓടി നടക്കുമ്പോഴും അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഈ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെൻറ്റും ടീം മാനേജ്മെൻറ്റും എല്ലാം ഉണ്ട്. ഇഫ് ഐ ലുക്ക് ബാക്ക്, അന്ന് നമ്മളിതൊന്നും അല്ല, അതൊരു ഓളത്തിൻ്റെ പുറത്ത് കൊള്ളാം രസമുള്ള പരിപാടി എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നതല്ലാതെ ഇത്രയൊന്നും ആലോചിച്ചിട്ടല്ല. പക്ഷേ ഇഫ് ഐ ലുക്ക് ബാക്ക് ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ ഒരു വളരെ ഓപ്പണായിട്ട് പറയണം, അന്ന് അത്ര ആസ്പിറേഷനൊന്നും ആയിരുന്നില്ല. ഒരു ജോലി കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതല്ല, യു ക്യാൻ ഡു സംതിങ് ബെറ്റർ എന്നൊരു തോന്നൽ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 2010, അത് 5-6 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാരിറ്റി വന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണം, ഇങ്ങനെ ജസ്റ്റ് ഒരു എല്ലാ മാസം സാലറി എന്നുള്ള രീതി മാത്രം അത് മോശമെന്നല്ല, പക്ഷേ അതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ ചിന്തിക്കാമെന്ന് തോന്നി തുടങ്ങിയത് ഒരു 5 വർഷം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ കോളേജിന് അതിൻ്റെതായ ഈ പറഞ്ഞ പോലെ ഓരോ കുഞ്ഞു ആക്ടിവിറ്റീസിലും ഒക്കെ നമ്മൾ ആക്റ്റീവ് ആയിരുന്നു. അതിൻ്റെ അത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതോ അറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്തത്, അത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ കാണുന്ന പുതിയൊരു യങ് ജനറേഷൻ ഈ വർക്ക് ഫോഴ്സിലേക്ക് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്നും നമ്മൾ കാണുന്നൊരു ഈ പ്രവണതയ്ക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലല്ലോ. അതായത് അവരിപ്പോഴും ഈ പറഞ്ഞ ഈ സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ് ആണെന്ന് അറിയാതെയാണ് മെൻഷൻ ചെയ്ത പോലെയുള്ള ഒരു പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം പക്ഷേ ഇൻഡസ്ട്രി എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അന്നത്തെ ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രി എക്സ്പെക്ടേഷനും ഇന്ന് റിക്രൂട്ടേഴ്സ് കൊണ്ടുവരുന്ന ആ ഒരു എക്സ്പെക്ടേഷനും വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു ചേഞ്ച് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഈ പുതിയതായിട്ട് വരുന്ന കാൻഡിഡേറ്റ്സ് എങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ടറിന് മുന്നിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ജോബ് പ്രൊവൈഡർ എന്ന് പറയുന്ന ഒരാളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്കിൽസ് അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് ഇന്ന സ്കില്ലുണ്ട് എന്ന് എങ്ങനെ അവർക്കത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമെന്നാണ് പുതിയൊരു പെർസ്പെക്റ്റീവ് പറയുന്നത്. പണ്ട് ഇപ്പം എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് നടന്നത് 2004 2003 അവസാനം S6 വെച്ചിട്ടാണ് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഇൻഫോസിസിൽ വന്നത്. അപ്പം അന്ന് നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വളരെ സിമ്പിളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ശകുന്തളാദേവിയുടെ ഒരു പസിലിൻ്റെ ബുക്കുണ്ട്. അപ്പം എല്ലാവരും ആ ബുക്കാണ് പഠിക്കണേ. ശകുന്തളാദേവിയുടെ പസിലിൻ്റെ ബുക്ക് പഠിക്കുമ്പോൾ ഇൻഫോസിസിന് ആദ്യം ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പോലത്തെ ഒരു പരീക്ഷ ഉണ്ട്. അതിൽ കൂടുതൽ ചോദ്യങ്ങളും ശകുന്തളാദേവിയുടെ ആ പസിൽ ബുക്കിൽ നിന്നാണ് വരുന്നത്. പണ്ട് അതായിരുന്നു മെയിൻ, അതായിരുന്നു. അത് കഴിഞ്ഞ് HR ഇൻ്റർവ്യൂ ഉണ്ട്. ഈ 2 റൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ്മെൻ്റ് ആണ്. അപ്പം കുറേ പേര് വരും, കുറച്ച് പേർക്ക് കിട്ടും. നമുക്ക് ലക്കിന് ആ സമയത്ത് കിട്ടി. പക്ഷേ അവിടെ ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ
ഇന്ന് ശരിക്കും പറഞ്ഞാൽ നീഡ് അത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇന്ന് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാവുന്ന ഒരാൾ എന്നതിലുപരി പ്രോബ്ലം സോൾവ് ചെയ്യാനെന്ന ആളുകൾക്കാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഡിമാൻഡുള്ളത്. ശരിക്കും അതാണ് ഇൻഫോസിസ് 20-25 വർഷം മുന്നേ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊരു കാലം ഉണ്ടായിരുന്നു ഇതൊന്നും നോക്കാതെ പ്രോഗ്രാമിംഗ് നന്നായിട്ട് അറിയാവുന്ന ആളുകളെ നമ്മൾ കണ്ണുപൊട്ടി ഹയർ ചെയ്യുന്നത്. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇംഗ്ലീഷ് പറയാൻ അറിയാം, പക്ഷെ ഒരു പോയം എഴുതാൻ അറിയില്ല എന്ന് പറയുന്ന പോലെയാണ്. ലാംഗ്വേജ് അറിയാം, പക്ഷെ ലാംഗ്വേജ് വെച്ചിട്ട് റിയൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അറിയാവുന്നുള്ളതാണ് ആക്ച്വലി വാട്ട് മാറ്റേഴ്സ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അന്നത്തതും ഇന്നത്തതും വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രോബ്ലം സോൾവിങ് ആണ് എപ്പോഴും നീഡെന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഒരു ഏറ്റവും വലിയ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റ് ഒരു കമ്പനിയുടെ മുമ്പിൽ പ്രസൻറ്റഡ് ആവുന്നത് റെസ്യൂമേ വഴിയാണ് അല്ലേ. അപ്പോൾ ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു റെസ്യൂമേ ജനറേറ്റിംഗ് സോഫ്റ്റ്വെയർസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈനൊക്കെ പോയാൽ നമുക്ക് ഒരുപാട് റെസ്യൂമേ ജനറേറ്റ് ചെയ്യാവുന്ന ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ടായിരുന്നു. അതും വലിയ മോശമില്ല, കാരണം ഞാൻ എൻ്റെ പ്രൊഫൈൽ ഞാൻ പറഞ്ഞു കൊടുത്ത് വൃത്തിക്ക് ആക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ചാൽ ഈ LLM ഇപ്പോൾ ChatGPT ക്ലൗഡും ജെമിനായി ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ജോബ് ഡിസ്ക്രിപ്ഷൻ തന്നെ അങ്ങ് കൊടുത്തിട്ട് പറയും ഈ ജോബ് ഡിസ്ക്രിപ്ഷന് പറ്റിയ രീതിയിൽ എൻ്റെ റെസ്യൂമേ അങ്ങ് ബിൽഡ് ചെയ്യാൻ പറയുക. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റെസ്യൂമേയും ഭയങ്കര മാച്ചിങ് ആണ്. ഇപ്പോൾ ദർ ഇസ് എ ടേം ലൈക്ക് ATS ഫ്രണ്ട്ലി റെസ്യൂമേ അല്ലെ, ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേ എന്ന് പറയും. അത് ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു ജോബിലേക്ക് ഒരു 500 പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 500 പേരിൽ നിന്ന് ഏറ്റവും നല്ല 10 അല്ലെങ്കിൽ 30 പേരെ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് ATS ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം. അപ്പോൾ അതിലേക്ക് ഈ 500 റെസ്യൂമേ വരുമ്പം ഇതിനെ പാഴ്സ് ചെയ്ത് കോൺടെക്ച്വലി ഏറ്റവും നല്ല കാൻഡിഡേറ്റിന് 30 പേരെ അല്ലെങ്കിൽ 25 പേരെ സെലക്ട് ചെയ്യണം. പക്ഷേ ഇപ്പോഴത്തെ കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാ റെസ്യൂമേയും നല്ലതാണ്. കാരണം ഈ റെസ്യൂമേ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് മെറ്റീരിയലാണ് അല്ല. എന്ന് വെച്ചാൽ ഞാനല്ലത്, ഞാൻ എന്താണോ ഐ വാണ്ട് ടു ബി ദിസ് എന്ന് പറയുന്നതാണ് റെസ്യൂമേ. അപ്പം അങ്ങനെ നോക്കുമ്പം ഒരു റിക്രൂട്ട്മെന്റ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ റിക്രൂട്ടറെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നത് നല്ല അടിപൊളി 500 റെസ്യൂമേയാണ്. ഇനി ഇതിന് ആരും എടുക്കും? ഇറ്റ്സ് ഓൾ ദ സെയിം. ഇതിനാണ് സീ ഓഫ് സെയിംനെസ് എന്ന് പറയും. ഇറ്റ്സ് ഓൾ ദ സെയിം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ റെസ്യൂമേനെ എല്ലാവരും ഒരേപോലെ ആക്കുമ്പം ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ മാറി നിൽക്കും എന്നുള്ളതാണ് ചോദ്യം. സോ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഒരു കാൻഡിഡേറ്റ്, ഞാൻ പറയുന്നത് ഒരു ഫ്രഷർ എന്ന് തന്നെ കൂട്ടിക്കുക അല്ലെങ്കിൽ ഏർലി പ്രൊഫഷണൽ, എങ്ങനെ ഒരു റിക്രൂട്ടറിന് മുമ്പിൽ പ്രസന്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഷുഡ് ഹാവ് സം ക്വാളിറ്റി കോണ്ടന്റ് ഇൻ ദ റെസ്യൂമേ. അതായത് ഞാൻ ഈ 20 മണിക്കൂറിൻ്റെ ഞാൻ കോഴ്സ് അറ്റൻഡ് ചെയ്തു എന്ന് പറയുന്നതിന് പകരം ഞാൻ ഈ 2 പ്രോജക്ട്സ് ഡെവലപ്പ് ചെയ്തു എന്ന് പറയാൻ പറ്റണം. ഞാൻ 200 മണിക്കൂറിൻ്റെ ഒരു യുഡമി കോഴ്സ് അറ്റൻഡ് ചെയ്തു, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നത് പറയുന്നതിന് പകരം അവർക്ക് പറയാൻ പറ്റും ഞാൻ ഈ 3 ഗിറ്റ് റെപ്പോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഈ ചില ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ വി ഷുഡ് ബി ഏബിൾ ടു സ്റ്റാൻഡ് ഔട്ട്. കാരണം അമ്മാതിരി അതിന് മാത്രം ആളുകളാണ് മാർക്കറ്റിലുള്ളത്. ഈ എല്ലാവരുടെയും റെസ്യൂമേൽ എഴുതിയേക്കുന്ന ഇപ്പം നമ്മൾ ടിപ്പിക്കൽ സാധനങ്ങൾ 3 അല്ലെങ്കിൽ 2 ഇന്റേൺഷിപ്പ് ചെയ്തു, നമുക്ക് വായിക്കുമ്പോഴേ അറിയാം ഇതെല്ലാവരും ചെയ്യുന്ന ഇന്റേൺഷിപ്പാണ്. സോ ദാറ്റ് വോണ്ട് ഹെൽപ്പ് ദം സ്റ്റാൻഡ് അപ്പാർട്ട്. അല്ലെങ്കിൽ അവർ പറയും ഞാൻ ഒരു എൻ്റെ കളി മൈക്രോ കൺട്രോളർ ഏതൊരു സാധനത്തിന് വെള്ളി പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണുമ്പോഴേ അറിയാം ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് പ്രോജക്റ്റ് അല്ലേ, നമുക്ക് കാണുമ്പോൾ അറിയാം എല്ലാവർക്കും ഇതുപോലെ തന്നെ, ഇറ്റ്സ് വെരി നോർമൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റണം. അത് കുറച്ചുകൂടെ നമ്മൾ ഹാൻഡ്സ് ഓൺ ആണ്, നമുക്ക് ഈ സംഭവം അറിയാവുന്ന റെസ്യൂമേൽ തോന്നിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് ഉണ്ടാവണം, പബ്ലിക് റെഫറൻസസ് ഉണ്ടാവണം. ഇപ്പം പബ്ലിക് റെഫറൻസിന് കുറച്ച് ഒരു ജെന്യുവൻ ആയിട്ട്, അതായത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇവൻറ്റിൽ സംസാരിക്കാൻ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇതൊരു ഇപ്പം ഒരു എന്താ പറയുക, ഇതൊരു പാറ്റേൺ ആണ്. ഇനി ലിങ്ക്ഡിനിൽ എഴുതണം, ഈ പാർട്ടിസിപ്പൻസ് ഒക്കെ നമ്മളെല്ലാവരും ടാഗ് ചെയ്തിട്ട് ലിങ്ക്ഡിൻ എഴുതും. ഇത് കാണുമ്പോഴേ ഇത് മൊത്തം ChatGPT ജനറേറ്റഡ് ആണ്. കാരണം എല്ലാം കണ്ടും ഒരുപോലെ ഇരിക്കും, കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഈ സാധനം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഒരു പോയിന്റ് കഴിയുമ്പം ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ അതിന് വേണ്ടി കമൻറ്റും ലൈക്കും ചെയ്യാതാവും. ഇതെല്ലാം ഇറ്റ്സ് ഓൾ ദ സെയിം. അപ്പോൾ ഇത് തന്നെയാണ് റെസ്യൂമേന് സംഭവിക്കുന്നത്, എല്ലാവരുടെയും ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ റെസ്യൂമേൽ വേറിട്ട് നിൽക്കണം. അത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ റെസ്യൂമേയും ഡിജിറ്റൽ വേൾഡ് എല്ലാം മാറ്റിയിട്ട് നമുക്കൊരു വലിയ 200 പേരുടെ ഒരു വലിയ ഇവൻറ്റ് ഹോളുണ്ട്. ഈ ഇവൻറ്റ് ഹോളിൽ 200 കാൻഡിഡേറ്റ്സ് വന്ന് നിൽക്കുകയാണ്. ഫിസിക്കൽ വേൾഡിൽ ഒരു റിക്രൂട്ടർ വന്ന് ഇതിൽ നിന്ന് 10 പേരെ എടുക്കണമെങ്കിൽ എന്തിൻ്റെ ബേസിൽ എടുക്കാൻ പോണേ? ദർ ഷുഡ് ബി സംതിങ് ദാറ്റ് ഇസ് ഡിഫൈനിങ് ദം. ഞാനൊരു റിയൽ പ്രോജക്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, നല്ലൊരു ഇന്റേൺഷിപ്പ് ചെയ്തു, ഞാൻ ഇത്രയും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നോക്കി, ഞാൻ ഇത്ര ഗിറ്റ് ഹബ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഞാൻ ലിങ്ക്ഡിനിൽ ആക്റ്റീവാണ് ജെനുവിൻലി, അല്ലെങ്കിൽ ഞാനൊരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഞാൻ ലീഡർഷിപ്പ് പൊസിഷൻ മുന്നോട്ട് വന്നിട്ടുണ്ട് പ്രൊആക്റ്റീവ്ലി. ഇതൊക്കെയാണ് അവരെ ഡിഫൈൻ ചെയ്യുന്നത്. അല്ല നമ്മളൊരു എനിക്ക് ഈ 4 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാം എന്നൊക്കെ പറയുന്ന ആ ഒരു കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണം, അത് പ്രൂവൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഉണ്ടാവുകയും വേണം, അത് ഈ പറഞ്ഞ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലും കയ്യിലുള്ളവർക്ക് കൂടുതൽ. കാരണം അതിന് മാത്രം ആളുകളുണ്ട്, കാണിച്ചില്ലെങ്കിൽ നമ്മൾ അറിയില്ല, ചെയ്തിട്ടില്ലെങ്കിൽ കാണിക്കാനും ഇല്ല. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു സിംപ്ലി സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു
കാൻഡിഡേറ്റ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആണ് എന്ന് കാണിക്കാവുന്ന ഒരു 3 പോയിന്റ് പറയുന്നതാണ് ഈ പറയുന്ന പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി, ആസ് വെൽ ആസ് ഈ പബ്ലിക് പ്രസൻസ് എന്ന് പറയുമ്പോൾ ഈ പബ്ലിക് സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്തിട്ടേക്കുന്ന അത് ഗിറ്റും എല്ലാമായിട്ട് കോൺട്രിബ്യൂഷൻസ് അത്തരത്തിലുള്ള സംഗതികൾ. യെസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഗോ ടു ദി അതർ സൈഡ്. ഇവര് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു 3 മിസ്റ്റേക്സ് എന്തൊക്കെ? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല റെസ്യൂമേ ഉണ്ടാക്കും, പക്ഷെ അതിൽ കണ്ടന്റ് ഉണ്ടാവില്ല, എല്ലാവരുടെ ഒരുപോലെ ഇരിക്കും. പിന്നെ ഇന്റേൺഷിപ്പ് വളരെ ജനറിക് ആയി മാറും. 2, വിച്ച് ഇസ് എ ഗുഡ് തിങ് എന്ന് വെച്ചാൽ എല്ലാവരും ഇന്റേൺഷിപ്പിന് ഇപ്പോൾ ഇമ്പോർട്ടൻസ് തോന്നുന്നത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നൊക്കെ, അതായത് കരിക്കുലത്തിന്റെ ഭാഗമാണ് മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ക്വാളിറ്റി ഇല്ലാത്ത ഇന്റേൺഷിപ്പിന് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫോർ ദ നെയിം സേക്ക്, അതായത് ക്രെഡിറ്റ്സ് കിട്ടാൻ വേണ്ടി മാത്രം ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഒരു പ്രവണത ഭയങ്കര കൂടുതലാണ്. അപ്പം ഇത് വളരെ ഒരു മോശം സംഭവമാണത്. 3 പറയുന്നത് പഠിക്കാൻ എന്ന് വെച്ചാൽ പുതിയ കുട്ടികൾ കാണുന്നത് മടിയാണ്. ഒരു പുതിയ സംഭവം വന്നു കഴിഞ്ഞാൽ ആ ഒരു കംഫർട്ട് ലെവലിൽ നിന്ന് മാറണമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പുഷ് ബാക്ക് ഉണ്ട് അവിടെ. ആ ഒരു സാധനം കൂടെ മാറണം. എന്ന് വെച്ചാൽ ആദ്യത്തെ കരിയറിൽ കുറച്ച് നാളെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് പുതിയത് പഠിച്ച് പുതിയ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് ലേൺ ചെയ്ത് ചില കാര്യങ്ങൾ അൺലേൺ ചെയ്ത് റീലേൺ ചെയ്ത് അതൊരു പ്രോസസ്സാണ്. ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഒരു ഈ മെർച്ചൻ്റ് നേവിയിൽ പോകാൻ നേരത്ത് ഒരിക്കലും ഇവരെ ആദ്യം തന്നെ പിടിച്ചിട്ട് ഏറ്റവും ടോപ്പ് പ്രൊഫൈലിലോട്ട് എടുക്കില്ല. താഴത്തുനിന്ന് തുടങ്ങി എല്ലാവരും താഴത്തുനിന്ന് തുടങ്ങി ഓരോ റോളും ചെയ്തേ അവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവുക എന്ന് പറയുന്ന പോയിന്റിലോട്ട് എത്തത്തുള്ളൂ, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഏത് IT ആണെങ്കിലും നോൺ IT ആണെങ്കിലും ബേസ് തൊട്ട് തുടങ്ങണം. ഒരു ബാങ്കിൽ പോയിട്ട് നമുക്ക് നേരെ ഏറ്റവും സീനിയർ മാനേജറായിട്ട് കയറാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ പക്ഷേ ദർ ഇസ് എ നോഷൻ ദാറ്റ് ഒരു വർഷം പഠിക്കുമ്പോൾ തന്നെ ഐ ലേൺഡ് ഇറ്റ് ഓൾ, എനിക്ക് മടുത്തു, ഇനിയൊന്നും പഠിക്കാനില്ല. പക്ഷേ അവിടെയൊക്കെ നമ്മൾ എപ്പോഴും നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ്പെഷ്യലി IT സെക്ടറിൽ ഞാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് എപ്പോഴും നമ്മുടെ ഓരോ പുതിയ പ്രോജക്ട്സും അതിലെ ഫെയിലിയേഴ്സും അതിലെ ചലഞ്ചസും ഒക്കെ നമ്മൾ നേരിട്ട് സോൾവ് ചെയ്യുമ്പോഴാണ്, അല്ലേ? അതായത് അല്ലാതെ നമുക്കിപ്പോൾ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടു, അതായത് ഇപ്പോൾ സ്കീയിങ് പഠിക്കുന്നത് വീഡിയോ കണ്ട് പഠിക്കാന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് വെള്ളത്തിൽ ചാടിയിട്ട് ഒരു കാര്യമില്ല. ആ പറഞ്ഞ പോലെ തന്നെയാണിത്. ശരിക്കും നമ്മൾ വെള്ളത്തിൽ തന്നെ ചാടണം. അപ്പം അതിന് യൂണിറ്റ് ഹാവ് മൾട്ടിപ്പിൾ പ്രോജക്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ അവിടെ പുതിയ കുട്ടികൾ ചെയ്യുന്ന ഒരു 3ാമത്തെ മേജർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് മടുക്കും. ഐ ലേൺഡ് ഇറ്റ് ഓൾ, ഈ ഒരു തോട്ട് നമ്മൾ പൊതുവെ കേൾക്കുന്നൊരു സാധനമാണ്. അത് മാറണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മേ ബി പലപ്പോഴും ആ ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്തായിരിക്കും വിൽ ബി പുഷിങ് ourselves ടു മൂവ് അഹെഡ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വെഞ്ചർ ഔട്ട് ചെയ്ത് പഠിക്കാൻ. ഇപ്പോൾ ഇന്റർനെറ്റിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പുസ്തകം വായിച്ച് കുറച്ചുകൂടി വിജിലന്റ് ആയിരുന്നു പഠിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ന് മിക്ക ആൾക്കാർക്കും ഇന്റർനെറ്റിന്റെ ഒരു മോശം വശമായിട്ടല്ല പറയുന്നത്, നല്ലതാണ്, അത് മോശമെന്നല്ല, അത് ഉറപ്പായിട്ടും നല്ലതാണ്. പക്ഷേ അപ്പം നമ്മൾ അപ്പോൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് അവിടെ കൂടി ഇടേണ്ടി വരും. മറ്റൊന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നമ്മൾ 10 പേജ് പഠിക്കുമ്പോഴായിരിക്കും എനിക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ അഡീഷണൽ നോളജ് അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്രിസ്പാണ്. ഇപ്പം അതിൻ്റെ അങ്ങേ അറ്റമാണ് ഇപ്പം ഈ LLMs വെച്ച് നമ്മൾ സോൾവ് ചെയ്ത് പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ എറർ എടുത്ത് നമ്മൾ ഇടുന്നു, ഇഷ്യൂ കിട്ടുന്നു, നേരെ എടുത്ത് പേസ്റ്റ് ചെയ്യുന്നു, and അപ്പുറം ഇപ്പുറം ഒന്നും നമ്മൾ നോക്കുന്നില്ല. അത് ഒരു ഫ്ലിപ്പ് സൈഡ് ആണ്. പ്രാക്ടിക്കലി പണി നടക്കും, പക്ഷേ ബേസ് ഒട്ടും ഉണ്ടാവില്ല. മാത്രമല്ല അത്തരത്തിലുള്ള എറർ ഡിബഗിങ് ഇത്ര ഈസി ആയിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓർഗനൈസേഷന്റെ സൈഡിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇതിപ്പോൾ എളുപ്പമായല്ലോ, എന്നാൽ വൈ ഡോണ്ട് യു പുഷ് യുവർ സെൽഫ് എന്നിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി വൈഡൻ യുവർ ഹൊറൈസൺ എന്നുള്ള രീതിയിലേക്ക് എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നില്ല എന്നുള്ളതും കൂടി ഈ പറഞ്ഞ ആ ഒരു ബ്രേക്കിംഗ് ദ ബാരിയർ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഇപ്പം മിക്ക ഓർഗനൈസേഷൻസ് നമ്മളിപ്പോൾ മിക്കല്ല ഒരുപാട് ഓർഗനൈസേഷൻസ് ഈ പണ്ട് ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആയിരുന്നു. ബാക്ക് എൻഡ് ഒരു സെറ്റ് ഓഫ് ആളുകൾ, ഫ്രണ്ട് എൻഡ് വേറെ സെറ്റ് ഓഫ് ആളുകൾ. ഇപ്പം അത് മാറി ഒരു പരിധി വരെ ഫുൾ സ്റ്റാക്ക് അല്ലെങ്കിൽ ജനറലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിലേക്ക് മാറുകയാണ്. അപ്പം അതിൻ്റെ കാരണം തന്നെ ഇത്രയും നാൾ ബാക്ക് എൻഡ് ചെയ്തവർക്ക് ഇനി ഫ്രണ്ട് എൻഡ് കൂടെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല പണ്ടത്തെ അത്രയും. പക്ഷേ ഫ്രം എൻ ഓർഗനൈസേഷൻ സ്റ്റാൻഡ് പോയിന്റ് യു ആർ ഗെറ്റിംഗ് മോർ പ്രൊഡക്റ്റീവ്. അപ്പോൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടാനൊരു വഴിയെന്ന രീതിയിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നാച്ചുറലി വരാനും അതിന് ഈ ഒരു അപ്രോച്ചാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് യു ബിക്കം എ ജനറലിസ്റ്റ്, എല്ലാം ചെയ്യാൻ പറ്റണം. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്ന മൊമെൻറ്റ് തൊട്ട് ഇത് ഡിപ്ലോയ് ചെയ്ത് പോകുന്ന പോയിന്റ് വരെ, അത് IT മാത്രമല്ല ഏതിലാണേലും. ഇപ്പം നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ കേസ് എടുത്താൽ തന്നെ പണ്ട് നമുക്കൊരു ഐഡിയ തോന്നുന്നു, നമ്മൾ മാർക്കറ്റിംഗ് ഡിസൈനറോട് പറയുന്നു, മാർക്കറ്റിംഗ് മാനേജറുടെ അടുത്ത് പറയുന്നു, ഇവരെല്ലാം കൂടെ ഇരുന്നിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കും. ഇപ്പം എനിക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് ഈ ഹോൾ സ്ട്രാറ്റജി വിത്ത് ഡെലിവറബിൾസ് എനിക്ക് വേണമെങ്കിൽ എല്ലാം വെച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അവിടെ ഇല്ലാത്ത നോളജ് എന്ന് പറയുന്നത് ഈ കസ്റ്റമർ എംപതി, ഹൗ ഡു യു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി, എന്താണ് നമ്മുടെ എക്സാക്ട് പ്രൊഫൈൽ അല്ലെങ്കിൽ പെർസോണ ഓഫ് ദ പീപ്പിൾ ഹു ഈസ് സീയിങ് ഇറ്റ്,
ഇതല്ല മാറ്ററി, ഇതൊക്കെ ഹ്യൂമൻ നോളജാണ്. നമുക്ക് ഈ റിപ്പീറ്റബിൾ ആയിട്ടുള്ള ടാസ്കുകളാണ് നമ്മൾ ഈ കൂടുതലും LLMs-ലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു ലൈൻ പറയാനാണെങ്കിൽ എല്ലാവർക്കും ഈ AI വന്നാൽ ജോലി പോകുമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റ് അല്ല. ഒരുപാട് പുതിയ ജോലി വരുന്നുണ്ട്. അതുപോലെ തന്നെ ജോലി പോകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനോട് അഡാപ്റ്റ് ചെയ്ത് നിൽക്കുന്നില്ലെങ്കിൽ ജോലി പോകുന്നതല്ല, നമ്മൾ തന്നെ കളയുന്നതാണ്. ഇറ്റ്സ് നോട്ട്, നമുക്ക് ആ ഒരു രീതിയിൽ അഡാപ്റ്റ് ചെയ്ത് പോകുന്നില്ലെങ്കിൽ ഫ്രം എ മാനേജ്മെന്റ് പെർസ്പെക്റ്റീവ് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്താ ഇയാളൊന്നും അത്രയും കിട്ടാത്തത്? സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ടെക്നിക്കലി സ്പീക്കിംഗ്, ടെക്നിക്കൽ നോളജ് ഗെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത് ഇതിന്റെ ബാരിയർ കുറഞ്ഞു വരുന്നതോറും ഈ സോഫ്റ്റ് സ്കിൽസിലേക്ക് കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് ഓർഗനൈസേഷൻ. സോഫ്റ്റ് സ്കിൽസും കംപ്ലീറ്റ് സ്കില്ലും എന്നുവെച്ചാൽ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ അതല്ല, കംപ്ലീറ്റ്നെസ്സിലോട്ട് എത്തിക്കാൻ പറ്റണം. അതായത് ഒരു പ്രോബ്ലത്തിനെ ഇപ്പൊ പണ്ട് നമ്മളിപ്പോ ഒരു ഫ്രഷർ എന്ന രീതി വരുമ്പം അവരൊരു ബഗ് ഫിക്സ് ചെയ്യും. ഈ ബഗ് ഫിക്സ് ചെയ്ത് എന്തിനാന്ന് ചോദിച്ചാൽ പുള്ളിക്ക് അറിയാൻ പറ്റില്ല. കാരണം അത് അവരുടെ ലീഡ്സ് ചിന്തിച്ചിട്ടുണ്ടാവും, ലീഡ്സിന്റെ അപ്പുറം വേറെ അവരുടെ ആർക്കിടെക്ട്സ് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു ബേർഡ്സ് ഐ വ്യൂവിൽ അവർ കാണാൻ നോക്കത്തില്ല, കാരണം ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പം നമുക്കൊരു 1 year 2 year എക്സ്പീരിയൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റ് എംപ്ലോയിയിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബേർഡ്സ് ഐ വ്യൂ അവർക്ക് ആദ്യം ഉണ്ടാവണം. ഒരു 10,000 feet ഹൈറ്റിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ ഇതാണ് എൻ്റെ പ്രൊഡക്റ്റ്, ഞാനതിൽ ഇതായിരിക്കും, പക്ഷെ എനിക്ക് മൊത്തം അറിയാം, ഹൈ ലെവൽ അറിയാം. എന്നിട്ട് ഞാൻ വന്ന് എൻ്റെ പീസ് ചെയ്യുന്നു, ഇനി ഇത് ഇങ്ങനെ ആക്കിക്കോട്ടെ. സോ ദേ ഓൺ ദാറ്റ് എൻറ്റയർ പീസ്. ഈ ഒരു രീതിയിലോട്ടാണ്, അതാണ് ഞാൻ ജനറലിസ്റ്റ് എന്ന് പറഞ്ഞത്. ഒരു കംപ്ലീറ്റ് സ്കിൽ ഉണ്ടാവണം ഇതിൻ്റെ അകത്ത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് കോഴ്സ് പഠിക്കുന്ന ഒരാൾ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു എന്ന സ്കില്ലിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇത് ഡിപ്ലോയ് ചെയ്യുന്നത് എങ്ങനെ, ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെ, അതിലേക്ക് വരുന്ന വൾനറബിലിറ്റി അറ്റാക്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ഓവർവ്യൂ എങ്കിലും ഉണ്ടായിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്നുള്ളത് ഒരു സൈഡില്. മറുവശത്ത് ഇത് എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഏത് ഡൊമൈനിലാണ് ഇത് ചെയ്യുന്നത്, ആ ഡൊമൈനിലെ പെയിൻ പോയിന്റ് എന്താണ്, ഈ വെബ്സൈറ്റിലും ഈ പോർട്ടലിലോട്ട് വരുന്നവർ എന്ത് പെയിൻ പോയിന്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് അവർ വരുന്നതെന്നും കൂടെ അവർ മനസ്സിലാക്കണം. എന്നിട്ട് വേണം കോഡിംഗ് എന്ന് പറഞ്ഞ സാധനത്തെ പറ്റി ചിന്തിക്കാനായിട്ട്, അല്ലെ? അതായത് വൈ ആർ യു ഡെവലപ്പിംഗ് ദിസ് എന്ന് ആദ്യം ആൻസർ ചെയ്തിട്ടേ വാട്ടും ഹൗവിലോട്ടും വരാവുള്ളൂ. അപ്പൊ ആ ഒരു വൈ കൂടെ ഇവരുടെ പ്രൊഫൈലിലോട്ട് കയറണം. അതായത് ആ ഒരു ഡിസൈൻ തിങ്കിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് എല്ലാവരും ഇന്ന് IT-ൽ അത് തീരെ മാറ്റി നിർത്താൻ പറ്റാത്തൊരു എസെൻഷ്യൽ സ്കില്ലായിട്ട് മാറിയിട്ടുണ്ട്. ഡിസൈൻ തിങ്കിങ് അതൊരു മാൻഡേറ്ററി തോട്ട് പ്രോസസ്സാണ്. അത് ഡിസൈൻ തിങ്കിങ്ങിന് ഏറ്റവും ബേസിക്സ് എന്ന് പറയുന്നത് എംപതിയാണ്, അല്ലെ? അപ്പം ആ എംപതി എന്ന് പറയുന്നതാണ് ഡിസൈൻ തിങ്കിങ്ങിന്റെ ബേസിസും ഈ എല്ലാത്തിൻ്റെയും ബേസിസ് ആണ്. ഇപ്പം എനിക്കൊരു പ്രൊഡക്റ്റിന്റെ ഒരു കുഞ്ഞു ഫീച്ചർ ഉണ്ടാക്കണമെങ്കിൽ ഐ ഷുഡ് ബി ഏബിൾ ടു എംപതൈസ് വിത്ത് ഈ സ്റ്റേക്ക് ഹോൾഡർ, അല്ലെ? അതായത് ഈ ഫീച്ചർ കിട്ടുന്നത് ഒരു റിക്രൂട്ടർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഫീച്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബാങ്ക് മാനേജർക്ക് വേണ്ടിയാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അയാളോട് സംസാരിച്ച് ആൾക്ക് ഉള്ള പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്ത് ആ പ്രോബ്ലംസിനെ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഫീച്ചർ എങ്ങനെ സോൾവ് ചെയ്യുന്നത് മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ആ തോട്ട് പ്രോസസ്, ആ എംപതി ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അത് സോഫ്റ്റ് സ്കില്ലാണോ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ചിന്തിക്കാൻ പറ്റണം അവരുടെ ആംഗിളിൽ നിന്ന്. ഈ ഒരു ആസ്പെക്റ്റിൽ തന്നെ നമ്മൾ ഒരുപാട് പേര് ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മെഷീൻ ലേണിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി, ഇതൊക്കെ കോഡിങ് എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ്. എന്നാൽ പിന്നെ എന്ത് ചെയ്യാം, അപ് സ്കില്ലിങ്ങിന് വേണ്ടി എന്ത് ചെയ്യാം എന്ന് ആലോചിക്കുമ്പോഴാണ് പലരും ഈ ഒരു ഏരിയയിൽ എത്തുന്നത്. സൈബർ സെക്യൂരിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ട്, മെഷീൻ ലേണിംഗിൽ കോഡിംഗ് ഇല്ല എന്നല്ല, പക്ഷേ മറ്റേ ഒരു റിലേറ്റീവ്ലി കുറവാണ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നുള്ളൊരു ആസ്പെക്ട്. അതിൽ നിന്ന് വരുന്ന സമയത്തും ഈ പറഞ്ഞ ഈ ഒരു എന്റർപ്രൈസ് ആപ്ലിക്കേഷൻ പെർസ്പെക്റ്റീവിലുള്ളൊരു ഓറിയന്റേഷൻ അവർക്ക് വേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്നുള്ളതാണ് നമ്മൾക്ക് ഈ പറഞ്ഞ ഒരു മൊത്തം ഡിസ്കഷൻ്റെ ഒരു ചെറിയൊരു സമ്മറി ആയിട്ട് നമുക്ക് പറയാം. കാരണം ഈ നേരത്തെ ഇപ്പം ജിഷ്ണു പറഞ്ഞ പോലെ തന്നെ എന്റർപ്രൈസ് എന്ന് പറയുമ്പം ദർ ഇസ് എ ലോട്ട് ഓഫ് നുവാൻസസ് ടു ഇറ്റ്, അല്ലേ? അതായത് എനിക്കിപ്പോൾ ഒരേ പ്രോജക്റ്റ് തന്നെ ഇപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുന്നത് ഒരു ടിക്കറ്റ് ബുക്കിംഗ് സംഭവം ചെയ്യണം. ഓക്കെ, അതായത് ഒരു കോളേജിൽ ഒരു ഫെസ്റ്റ് നടക്കുകയാണ്, അന്ന് ഒരു വൈകുന്നേരം ഒരു മ്യൂസിക് ഷോ ഉണ്ട്, അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അത് ബേസിക് ഒരു പേയ്മെന്റ് ഗേറ്റ് വേ ഇന്റഗ്രേഷൻ ഒക്കെ ഉള്ള ഗൂഗിൾ പേ ഇന്റഗ്രേഷൻ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ടിക്കറ്റ് ബുക്കിംഗ് വേണം. ആൻഡ് ദിസ് സൗണ്ട്സ് ലൈക്ക് എ അക്കാഡമിക് പ്രോജക്റ്റ്, അല്ലേ? ഇനി ഇതേ സാധനത്തിനെ നമുക്ക് വേണമെങ്കിൽ ഓക്കെ സിമ്പിൾ സാധനം, വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലല്ലോ. ഇതന്നല്ലേ IRCTC ചെയ്യുന്നത്. ആ പ്രോബ്ലം സിമ്പിൾ ആണോ? അല്ലേ? നമുക്ക് അതിൻ്റെ IRCTC കോംപ്ലിക്കേഷൻ അറിയാമല്ലോ. അപ്പം ഈ ഡിഫറൻസ് ഇൻ ദ വേ യു ലുക്ക് അറ്റ് ഇറ്റ്, അതാണ് ഈ എന്റർപ്രൈസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു ടിക്കറ്റ് ബുക്കിംഗ് സിമ്പിളായിട്ട് ചെയ്യാം. ഇനി എന്റർപ്രൈസ് എന്ന് പറയുമ്പം അതിൽ വരുന്ന കുറച്ച് അഡീഷണൽ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഇത് സ്കെയിലബിൾ ആണ്. അതായത് സ്കെയിലബിൾ എന്ന് പറയുമ്പോൾ 100 പേര് യൂസ് ചെയ്താലും 1000 പേര് യൂസ് ചെയ്താലും 1,00,000 പേര് യൂസ് ചെയ്താലും ഒരേ സമയത്ത് ഇത് പൊട്ടാതെ മുന്നോട്ട് പോകണം. സ്കെയിലബിൾ ആണ്. ഇത് അവൈലബിൾ ആണ്, അവൈലബിലിറ്റി. അതായത്
24/7 വിത്ത് മേ ബി 99.999% അപ് ടൈമിൽ നിൽക്കുമോ? പക്ഷെ ഇത് സിസ്റ്റമാണ് പൊട്ടാം. ഒന്ന് ഡൗൺ ആയാൽ ഉടനെ അതിന്റെ അടുത്തൊരു ബാക്കപ്പ് സ്പിൻ ഓഫ് ആയി വരുമോ? അപ്പൊ ഇത് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലെ? അപ്പം സ്കെയിലബിലിറ്റി, അവൈലബിലിറ്റി, പിന്നെ എത്ര പേര് ഒന്ന് പാരലൽ യൂസ് ചെയ്താലും ഇതിന്റെ പെർഫോമൻസ് 1% പോലും താഴ്ത്താതെ യൂസ് ചെയ്യാൻ പറ്റും. പെർഫോമൻസ് ക്രിട്ടിക്കലായി. പിന്നെ സെക്യൂരിറ്റി, ഒരു വൾണറബിലിറ്റി ഇല്ലാതെ ആർക്കും ഇത് മിസ്യൂസ് ചെയ്യാതെ ഈ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും. 5, ഇതിന്റെ കോസ്റ്റ്. എനിക്ക് വേണമെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹൈ എൻഡ് പെർഫോമേഴ്സും സെർവേഴ്സും GPU ഇട്ട് ഈ സാധനത്തിന് ഓടിക്കാൻ പറ്റും. പക്ഷെ ഒരു എന്റർപ്രൈസിന് അങ്ങനെ കൈവിട്ട് കാശ് കളയാൻ പറ്റില്ലല്ലോ. കോസ്റ്റ് കൺസ്ട്രെയിൻറ്റ് വരും. അപ്പം കോസ്റ്റ്, സെക്യൂരിറ്റി, പെർഫോമൻസ്, അവൈലബിലിറ്റി, സ്കെയിലബിലിറ്റി, ബേസിക് ആയിട്ടുള്ള ഈ 5 കാര്യങ്ങൾ അക്കാഡമിക് പ്രോജക്റ്റ് നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ എന്റർപ്രൈസ് പ്രോജക്റ്റിൽ വരുമ്പം ഈ 5 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് ഇസ് ഈ ഡിഫറൻസ് ആണ്. അപ്പോൾ അത് ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു കോളേജിലേക്ക് പ്രോജക്റ്റ് ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുവാണെങ്കിലും തിങ്ക് എന്റർപ്രൈസ് ലെവൽ. ഈ ആസ്പെക്ട്സ് നമ്മുടെ റെസ്യൂമേയിൽ വന്നാൽ then it stands out. കാരണം ഒരു അക്കാഡമിക് പ്രോജക്റ്റിൽ ഞാനൊരു കുഞ്ഞ് പേയ്മെന്റ് ഗേറ്റ്വേ ഇന്റഗ്രേഷനുള്ള ഒരു ചെറിയ പീസ് ചെയ്തു എന്ന് പറയുന്നതും ഞാൻ ഈ അവൈലബിലിറ്റി, സ്കെയിലബിലിറ്റി, പെർഫോമൻസ്, കോസ്റ്റ് ആൻഡ് സെക്യൂരിറ്റി കൺസിഡറേറ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു പീസ് ഡെവലപ്പ് ചെയ്യുന്ന പറയുന്നത് നമ്മുടെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ തന്നെ ഹയർ ചെയ്യുവാണെങ്കിൽ ഈ രണ്ടാമത് പറഞ്ഞ ആളെ ഇന്റർവ്യൂവിന് വന്ന് പറയും ദിസ് ഇസ് ദ കീ തിങ്. അപ്പൊ നമ്മളിപ്പോൾ ഒരു കോഴ്സ് ഓഫർ ചെയ്യുവാണെങ്കിലും ഒരു ട്രെയിനിങ് കൊടുക്കുവാണെങ്കിലും ഒരു ഇന്റേൺഷിപ്പ് കൊടുക്കുവാണെങ്കിലും ഇഫ് വി ഹാവ് ടു ഡു ജസ്റ്റിസ് ടു ദി സ്റ്റുഡൻറ് അല്ലെ ട്രെയിനിങ്, ഈ രീതിയിൽ അവരെ കൊണ്ട് ചിന്തിപ്പിക്കണം. ഷുവർ. നമ്മൾ ഇത് ഇപ്പോൾ ഇത് അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിനെല്ലാം അപ്രോച്ച് ചെയ്യുന്നവർക്ക് ഈ ഒരു അഡ്വൈസ് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആണ്. അറ്റ് ദ സെയിം ടൈം ഒരുപാട് പേര് നമുക്കറിയാം നേരിട്ട് അക്കാഡമിക് ഓർഗനൈസേഷൻസ്, അതായത് കോളേജിൽ നിന്ന് ജസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്ത് റീസെന്റ് ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്ത് ഈ പറഞ്ഞ ഒരു ജോബ് ഹണ്ട് എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ പൊതുവെ കാണുന്ന ഒരു ട്രെൻഡാണല്ലോ ഇപ്പോൾ മെൻഷൻ ചെയ്ത ഈ ഒരു സംഗതി തന്നെ. അതായത് ദേ ആർ ഫോക്കസിങ് ഓൺലി ഓൺ ദി അക്കാഡമിക് പാർട്ട് ഓഫ് ഇറ്റ്. അതായത് ഈ കോൺസെപ്റ്റ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഫോർ ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗോ അങ്ങനെ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതോടുകൂടി അവരുടെ ആ ഒരു ഡിസ്കഷൻ അവിടെ കഴിയാണ്. അപ്പം അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇത് അപ്സ്കിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് റിസർച്ചും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഗൈഡ് ലൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിപ്പോ പറയാൻ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ? അതാണ് ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ യൂട്യൂബ് എടുത്താലോ ഏതെടുത്തു കഴിഞ്ഞാലും ഇഷ്ടം പോലെ ഇതുപോലത്തെ ഗൈഡ്സ് പോലെ അല്ലെങ്കിൽ ഇതിനെ ഓറിയന്റ് ചെയ്യുന്ന കുറേ ടോക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നിലോട്ടും പോകാതെ തന്നെ ഞാൻ ഈ പറഞ്ഞ ബേസിക് കാര്യം നോക്കിയാൽ മതി. നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനും അതൊരു റിയൽ പ്രോജക്റ്റിൽ എത്തിക്കാനും നമുക്ക് ചുറ്റും നോക്കിയ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടല്ലോ. ഇപ്പം ഈ ടിക്കറ്റ് ബുക്കിംഗ് തൊട്ട് എല്ലാം ദർ ആർ ഇൻന്യൂമറബിൾ പ്രോബ്ലംസ് അറൗണ്ട് അസ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് പിക്ക് ചെയ്ത് അതിലൊരു ആക്ച്വൽ ഹാൻഡ്സ് ഓൺ പ്രോജക്റ്റ് ചെയ്യുക. ഞാൻ ഈ നേരത്തെ പറഞ്ഞ 5 പാരാമീറ്റേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പ്രോജക്റ്റ് നമ്മൾ റിയൽ ലൈഫ് പോലെ തന്നെ ചെയ്യുക. ഈവൻ നമ്മൾ ഇപ്പോൾ ഒരു കോഴ്സിലോ യുഡമിയിലോ ഇപ്പം ഈവൻ ICT അക്കാഡമിയിലോ നിങ്ങൾ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു സ്റ്റുഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ അവർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റണം. ഈ കോഴ്സ് എങ്ങനെയും കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് പോകുന്നതിന് പകരം എനിക്ക് ഇങ്ങനെ സാധനം ചെയ്യാൻ ഒരു ഗൈഡൻസ് വേണം എന്നവർ ആവശ്യപ്പെടണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഇപ്പം ട്രെയിനിങ് കൊടുക്കുന്ന എൻറ്റിറ്റീസിന് ചിന്തിക്കാൻ പറ്റുന്നത് either they have to manage it internally അല്ലെങ്കിൽ they have to bring somebody from the industry to get this orientation. കാരണം അവർക്ക് വേണ്ടത് അതാണ്. ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് എസ്പെഷ്യലി പൈത്തൺ അല്ലെങ്കിൽ എനിക്ക് നോഡ് നന്നായിട്ട് ചെയ്യാൻ അറിയാം എന്നതുകൊണ്ട് ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല. കിട്ടുമായിരിക്കും ഇപ്പം ലാർജർ എന്റർപ്രൈസ്. ഇപ്പം ഞാനൊരു കൂടുതലും പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് പെർസ്പെക്റ്റീവ് എന്നാണ്. ഇപ്പം ഞാനൊരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഹയർ ചെയ്യുവാണെങ്കിൽ സ്കിൽ അറിയുന്നത് ഓക്കെ ഇറ്റ്സ് എ ചെക്ക് കൊള്ളാം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് പുള്ളി ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ഒരു ഹാക്ക് ചെയ്ത് ഈ സാധനം ബ്രേക്ക് ചെയ്ത് പുതിയതായിട്ട് വേറെ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ഇതൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്ന സ്കില്ല് കൂടുതലും. മറ്റേതറിയാവുന്ന ഒരുപാട് പേരുണ്ട്, ലാംഗ്വേജ് അറിയാവുന്ന ഒരുപാട് പേര് മാർക്കറ്റുണ്ട്. അതിൻ്റെ അകത്ത് വലിയ ബുദ്ധിമുട്ടില്ല എന്നുവെച്ചാൽ ഒരുപാടെന്നല്ല, ബട്ട് ദർ ആർ പീപ്പിൾ. പക്ഷേ പീപ്പിൾ വിത്ത് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്, പീപ്പിൾ വിത്ത് ദ റൈറ്റ് ലേണിംഗ് എബിലിറ്റി, ലേണിംഗ് അജിലിറ്റി, വില്ലിംഗ്നെസ് ടു ലേൺ, ഇതൊക്കെയാണ് വേണ്ടത്. അപ്പം ഈ സാധനങ്ങളൊക്കെ രീതിയിൽ ഈ ട്രെയിനേഴ്സ് ഡിമാൻഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അവർ കാശ് കൊടുക്കുന്നു, മോർ ദാൻ കാശ് സമയം കളയുന്നു. സമയം കളഞ്ഞൊരു ഫിനിഷിംഗ് സ്കൂൾ മോഡലിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു സാധനം എന്തായാലും അവർ ചോദിച്ച് മേടിക്കണം. അതായത് എന്റർപ്രൈസ് ഗ്രേഡ് പ്രോജക്ട്സ് ചെയ്യാനുള്ള ഒരു പെർസ്പെക്റ്റീവ് കിട്ടിയാലേ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇതിന് വാല്യൂ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരു ജനറിക് പ്രോജക്റ്റ് ഈ പറഞ്ഞ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യുന്ന പോലെ കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതിന് പകരം ലെറ്റ്സ് സേ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, സ്വന്തമായിട്ടും ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് സോൾവ് ചെയ്യുന്നത് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്, പ്രൊവൈഡഡ് യു ആർ ചെക്കിംഗ് നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്മളുടെ സ്കെയിലബിലിറ്റി എല്ലാം നോക്കി ചെയ്യുവാണെങ്കിൽ ദാറ്റ് മേക്സ് ദാറ്റ് യു ആർ റെഡി ഫോർ എ ജോബ്. അതെ.
അല്ലേ? അത് ജോബ് മാത്രമല്ലല്ലോ. ഇപ്പം നാളെ ഇപ്പം എനിക്ക് ഓൺടർപ്രണർഷിപ്പ് എന്നുള്ള സാധനം തോന്നി തുടങ്ങിയത് ഓൾമോസ്റ്റ് എത്രയാ 10 വർഷത്തോളം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സീരിയസ് ആയിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ തോന്നിയത്. അപ്പം നമ്മുടെ ഈ ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അതിനെ സോൾവ് ചെയ്യുന്ന ഒരു തോട്ട് പ്രോസസ്സ് വരുവാണെങ്കിൽ നമുക്ക് ഉള്ളിൽ ഒരു ഓൺടർപ്രണർ ഉണ്ടെങ്കിൽ അതിനെ പയ്യെ ഒന്ന് അവയ്ക്കാക്കി എടുക്കാനും ഈ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്രോബ്ലം ഞാൻ കണ്ടു, ഈ പ്രോബ്ലം കണ്ടിട്ട് അത് മിണ്ടാണ്ടിരിക്കാതെ അതിനെ സോൾവ് ചെയ്യാൻ നോക്കാന്നൊരു പോയിന്റ് ഉണ്ടല്ലോ. ദോ ഓൺടർപ്രണർഷിപ്പ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പ്രോബ്ലം സോൾവിങ്, പക്ഷേ ദാറ്റ് ഇസ് എ കീ ആസ്പെക്ട് ഓഫ് ഇറ്റ്. ഓക്കെ, അത് ഒരു പ്രോസസ്സാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, യു ക്യാൻ ബി ഇതർ എ വെരി ഗുഡ് എംപ്ലോയി ഓർ യു ക്യാൻ ബി എ വെരി ഗുഡ് ഓൺടർപ്രണർ ദ മൊമെന്റ് യു സ്റ്റാർട്ട് ഫോക്കസിങ് ഓൺ പ്രോബ്ലംസ് അറൌണ്ട് യു. ഇപ്പം നമ്മളൊരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ പണിയിൽ നിർത്തി എനിക്ക് വേണമെങ്കിൽ 6 മണിക്ക് വീട്ടിൽ പോകും. ഇത് അല്ലെങ്കിൽ ആ 6 മണിയുടെ എൻ്റെ പണി എനിക്ക് കുറച്ച് നേരത്തെ ഒന്ന് സ്പീഡിൽ ചെയ്ത് എനിക്ക് ആ പ്രോഡക്റ്റിൽ കുറച്ച് എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ചെയ്യുന്നത് ഇതാണ്, നമുക്കും അപ്പോൾ അങ്ങനെ ചിന്തിച്ചൂടെ, ഞാനൊരു പ്രോട്ടോടൈപ്പ് ചെയ്യട്ടെ എന്ന് പ്രൊആക്റ്റീവ്ലി ചിന്തിച്ച് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ഓഫ് ആളുകളുമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കരിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് പിരമിഡാണ്. താഴെ ഒരുപാട് പേരുണ്ടാവും. ഗ്രോ ചെയ്യുന്നതോറും ഇത് ചെറുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒരുപോലെ പെർഫോം ചെയ്താൽ ഇത് പിരമിഡ് സ്ക്വയർ ആകാൻ പോകുന്നില്ല. പിരമിഡ് തന്നെ ആവത്തുള്ളൂ. സോ കാരണം എല്ലാവർക്കും ടോപ്പ് മാനേജ്മെന്റിൽ എത്താൻ പറ്റില്ല, അല്ലേ? സ്ക്വയർ ആണെങ്കിൽ പറയാം എല്ലാം ഇങ്ങനെ വളരും. പക്ഷെ അങ്ങനല്ലോ, ഇങ്ങനല്ല എല്ലാവരും വളരുന്നത്. അപ്പം ഹൗ ഡു യു സ്റ്റാൻഡ് ഔട്ട്? നേരത്തെ നമ്മൾ പറഞ്ഞപോലെ തന്നെ ഒരു ഫ്രഷേഴ്സിൽ ഒരാൾ എങ്ങനെയാണോ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് വിത്തിൻ എംപ്ലോയ്മെന്റും എംപ്ലോയീസ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏൽപ്പിച്ചേക്കുന്ന ജോലിയേക്കാളും 1% കൂടുതൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഗ്രോത്ത് മറ്റുള്ളവരെക്കാളും സ്പീഡിലാവുന്നത്. എല്ലാവരും ചെയ്യുന്നത് ഒരുപോലെ ഞാൻ ചെയ്തിട്ട് എനിക്ക് സ്പീഡിൽ ഗ്രോ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് അൺറീസണബിൾ, അല്ലേ? ഇറാഷണൽ. അപ്പോൾ അത് ആണ് തിങ്കിങ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടോപ്പിക്കിലേക്ക് ഈ പറഞ്ഞ വാല്യൂ അഡീഷൻ ടു ദ പ്രോജക്റ്റ്, അതിൻ്റെ കൂടെ തന്നെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, അല്ലെങ്കിൽ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാനുള്ള എബിലിറ്റി, എന്നിട്ട് വാല്യൂ അഡീഷൻ, അതുവഴി പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഡിസ്പ്ലേ ചെയ്യുന്ന ഏതൊരു കാൻഡിഡേറ്റും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു. ഉറപ്പായിട്ടും അതേ പറഞ്ഞത്. കാൻഡിഡേറ്റ് മാത്രമല്ല, എംപ്ലോയി ആണെങ്കിലും ഇത് അപ്ലൈസ്. ഓക്കെ, ഇപ്പോൾ ഒരു എംപ്ലോയ്മെന്റ് മാർക്കറ്റിലാണെങ്കിലും ജോബ് എൻവയൺമെന്റിലും ഈ 2 ട്രേറ്റ് ഉണ്ടെങ്കിൽ യു ആർ സ്പെഷ്യൽ, അല്ലേ? സ്വാഭാവികമായിട്ടും. സോ ആ ഒരു ആസ്പെക്റ്റിലാണ് എല്ലാവരും മൂവ് ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അവർ ഗ്രോ ചെയ്യും, അവർ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും, റെക്കഗ്നൈസ്ഡ് ആകും, ഗ്രോയും ചെയ്യും. അതെ, ഇതൊരു ഗ്രോത്ത് പെർസ്പെക്റ്റീവിൽ എന്ന് നോക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഒരു പ്രൊമോഷൻ, അല്ലെങ്കിൽ ഗെറ്റിംഗ് എ ജോബ്, അല്ലെങ്കിൽ ഗെറ്റിംഗ് ഇൻ ടു ജോബ് അറ്റ് മേ ബി എ ബിഗർ കമ്പനി എന്നുള്ളതിൽ മാത്രമാണ് നോക്കുന്നത് എന്നെങ്കിൽ പോലും കൂടെ തന്നെ കൊണ്ടുവരേണ്ട ഒരു പ്രൊഫഷണൽ ലെവലിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഈ പറയുന്ന അവരെ തന്നെ ഹെൽപ്പ് ചെയ്യും, അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, യെസ്. ഇപ്പോൾ യു ഹാവ് എക്സ്പീരിയൻസ് ഇൻ ഈ പറഞ്ഞ എന്റർപ്രൈസ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്നതായാലും ഡിപ്ലോയ് ചെയ്യുന്നതായാലും, അതേപോലെ തന്നെ മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതെല്ലാം കൂടെ അതിന് പുറമെ തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റ് മാനേജ്മെന്റ്, ഇത്തരത്തിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഈ ഇന്നത്തെ ഒരു ഇൻഡസ്ട്രി സെനാരിയോയിൽ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ആ ഒരു വർക്ക് ഫോഴ്സിനിടയിലേക്ക് AI കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു എല്ലാവർക്കും ഒരു പേടി തോന്നുന്ന, അല്ലെങ്കിൽ ഒരു സംശയം തോന്നുന്ന ഒരു രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ AI ഉപയോഗിക്കുന്ന സമയത്ത് ജോലി കിട്ടാതിരിക്കുമോ എന്നുള്ളതാണ് എംപ്ലോയീസിന്റെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാൻഡിഡേറ്റ്സിന്റെ വറി. അറ്റ് ദ സെയിം ടൈം ഞാൻ ഇനി ഒരാളെ ഹയർ ചെയ്യണമോ എന്നുള്ളതാണ് ഹയറിംഗ് മാനേജേഴ്സിന്റെ വറി. അപ്പോൾ ഇതിലുള്ള ഒരു ട്രെൻഡ് ഇപ്പോൾ ഒരു കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഈ ഒരു ടഗ് ഓഫ് വാർ പോലെ ഇതിങ്ങനെ നിന്നിരുന്നു. പക്ഷെ അതിപ്പോൾ മാറുന്നു എന്നുള്ളതാണ് അടുത്ത കാലത്ത് വരുന്ന ന്യൂസ് എല്ലാം കാണുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ആ മാറ്റം വരുന്നത് എന്നുള്ളത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലായി. സോ ഇപ്പൊ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒറക്കിൾ അല്ലെങ്കിൽ മെറ്റ, ഇവരൊക്കെ ലേ ഓഫ് ചെയ്ത കഥ നമ്മൾ കുറേ ഉണ്ടല്ലോ. 30,000 ജോബ് കട്ട് ചെയ്തു, 8,000 ജോബ് കട്ട് റീസെന്റ് ചെയ്തു എന്നൊക്കെ ഉള്ളത്. സോ വൈൽ ദാറ്റ് ബീയിങ് സെഡ് ഓൺ വൺ സൈഡ്, ഇത് എന്താ ബേസിക്കലി സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും വർക്ക് കുറയ്ക്കുന്നില്ല, വർക്ക് എല്ലാം മേ ബി കൂടുന്നുണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ലാബിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ഫുൾ ബോഡി ചെക്കപ്പ് നമ്മൾ ചെയ്തു. പണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു നോർമൽ റിപ്പോർട്ടാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പോയി ചെയ്തപ്പോൾ എനിക്ക് അത് കഴിഞ്ഞ് സ്മാർട്ട് റിപ്പോർട്ട് തന്നെ പുതിയ റിപ്പോർട്ട് വരുന്നുണ്ട്. ഓക്കെ, ഈ സ്മാർട്ട് റിപ്പോർട്ടിൽ കുറേ കൂടെ കുറേ ഡിസ്ക്രിപ്റ്റീവും പിക്ടോറിയലൊക്കെ ആയിട്ട് നമ്മളുടെ ഫുള്ള് ചെയ്ത് നിങ്ങൾ അങ്ങനെ ലൈഫ് സ്റ്റൈൽ മാറ്റണം, ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ മാറ്റണം, ഇതൊരു പുതിയ ഫീച്ചർ വന്നതാണ്. അപ്പം ഫ്രം എൻ എംപ്ലോയർ പെർസ്പെക്റ്റീവ് അവിടെ നമ്മൾ എന്താ ചെയ്തത്, കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുകയാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ ശരിക്കും പണ്ടത്തെ രീതി ചിന്തിച്ചാൽ കൂടുതൽ ഫീച്ചർ എന്ന് വെച്ചാൽ കൂടുതൽ വർക്കാണ്. കൂടുതൽ വർക്ക് എന്ന് പറയുന്നത് കൂടുതൽ എംപ്ലോയ്മെന്റ് ആണ്, കോസ്റ്റ് ആൻഡ് എംപ്ലോയ്മെന്റ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം വർക്ക് കുറയുന്നില്ല, വർക്ക് കൂടുകയാണ്. കാരണം ഇപ്പം AI അല്ലെങ്കിൽ LLM എന്ന് പറയുമ്പോൾ വാട്ട് പീപ്പിൾ സീ ഇസ്
ആസ് എ സൊല്യൂഷൻ പ്രൊവൈഡർ വി ആർ കീപ്പിംഗ് ഓൺ ആഡിങ് മോർ ആൻഡ് മോർ ഫീച്ചേഴ്സ്. ഇപ്പം ഞങ്ങളുടെ തന്നെ ഇപ്പോൾ സാപ്പി ഹെയർ ഞങ്ങളുടെ കമ്പനിയുടെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ പണ്ട് നമുക്ക് ഒരു റോഡ് മാപ്പ് ഉണ്ടാവും. അതായത് ഈ ഫീച്ചേഴ്സാണ് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നുള്ളത്. അന്നത്തെ ഫീച്ചേഴ്സിനെക്കാളും നല്ല ഫീച്ചേഴ്സ് റോഡ് മാപ്പാണ് നമുക്കിപ്പോൾ ഉള്ളത്. കാരണം നമുക്കിപ്പോൾ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്നറിയാം അല്ലേ. അപ്പം ജോലി കുറയുന്നില്ല. ഇനി കമ്മിങ് ടു യുവർ അതർ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കുറയുന്നില്ല. അതായത് നമ്മളിനി ഹയർ ചെയ്യണോ വേണ്ടേ, അങ്ങനല്ല ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഞങ്ങൾക്ക് ഇപ്പോഴും നമുക്ക് 3 ഓപ്പൺ പൊസിഷൻ ഉണ്ട്. പക്ഷേ എംപ്ലോയീസ് കുറച്ച് മാറുന്നുണ്ട്, അതേ നമ്മൾ എടുക്കുന്നുണ്ട്. ഇതെല്ലാം അങ്ങനെ നടക്കുന്നുണ്ട് എൻ്റെ സൈഡിൽ കൂടെ. അപ്പോൾ ഹയറിംഗ് അല്ല സ്റ്റോപ്പ് ആവുന്നത്, ആരെ ഹയർ ചെയ്യണമെന്നുള്ള ഡിസിഷനാണ് മാറിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് എൻഡ് വേണോ, ബാക്ക് എൻഡ് വേണോ, അക്കൗണ്ടന്റ് വേണോ, മാർക്കറ്റിംഗ് പ്രൊഫഷണൽ വേണോ എന്ന് പറയുന്നതിന് പകരം നമ്മൾ കുറേ കാര്യങ്ങൾ കൂടി ഒരാളെ കിട്ടും. കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട് അവിടെ. അപ്പം ഇപ്പം നമുക്ക് തന്നെ വീട്ടിൽ പ്ലംബിങ്ങിന് കുറച്ച് പണിയുണ്ട്, ഇലക്ട്രിക്കലിനും പണിയുണ്ട്. പക്ഷെ രണ്ടും ഒരു ഫുൾ ഡേക്കുള്ള പണിയില്ല. നമ്മൾ വി ആർ ഫോഴ്സ് ടു ഹയർ ബോത്ത്. പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു കെയർ ടേക്കർ ഉണ്ട്, ഇത് രണ്ടും അറിയാവുന്നവർ. നമ്മൾ അയാളെ വിളിച്ച് 2 പണിയും ചെയ്യിപ്പിക്കുമോ അതോ രണ്ടിനും സെപ്പറേറ്റ് ആളെ വിളിക്കുമോ? മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എങ്ങനെയാണോ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, ഒരു എംപ്ലോയറും ഏത് ഓർഗനൈസേഷനും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മുടെ മിടുക്ക് എന്താ, ഇലക്ട്രിക്കലും പ്ലംബിങ്ങും പഠിക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് യു ആർ മോർ എന്താ പറയുക അപ്രോച്ചബിൾ, അല്ലെങ്കിൽ വി വിൽ ഓൾവേസ് കം ടു യു എന്നൊരു തോന്നണം. അപ്പോൾ അവിടെ അപ്സ്കില്ലിംഗ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. സോ ദ മോർ വി അപ്സ്കിൽ ആൻഡ് വി ആർ റെലവെന്റ് ഇൻ ദ ഇൻഡസ്ട്രി, ഈ ജോലി പോകുന്നുള്ളത് പേടിയുടെ ആവശ്യമില്ല. ഈ ജോലി പ്രശ്നം ഉണ്ടാകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അപ്സ്കിൽ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് താല്പര്യമില്ല, എനിക്ക് തോന്നുന്നില്ല, ഇവിടെ റിസ്ക് ഉണ്ട്. അപ്പോൾ എനിക്കിതുവരെ ഇനി ആളെ ഹയർ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് വരും. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഡൊമൈൻ ഉണ്ട്, അത് 101% റിപ്പീറ്റബിൾ മാനുവൽ ജോലിയാണ്. ഇത് മാറും. കാരണം ആരും അങ്ങനെ ആവശ്യമില്ലാതെ സ്പെൻഡ് ചെയ്യത്തില്ല. ഇപ്പം നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ മേടിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. വീട്ടിൽ നമ്മൾ ഒരു അലക്കുന്ന ഒരാളെ നമ്മൾ വേറെ ജോലിക്ക് ആളെ വെക്കുമോ? നമ്മൾ വെക്കില്ല. ഇത് തന്നെയല്ല നമ്മൾ എല്ലായിടത്തും കമ്പനിയിൽ നമുക്ക് സംഭവിക്കുന്നത്. ആ ഒരു പ്രോസസ്സിൽ ആലോചിക്കുവാണെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ്, അങ്ങനത്തെ ജോലിയിൽ നിൽക്കുന്നവർ ദേ ഷുഡ് ഫൈൻഡ് ഹൗ ടു അപ്സ്കിൽ ആൻഡ് ബിക്കം മോർ റെലവെന്റ്. അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഇപ്പം നമ്മൾ ഇപ്പം ടിപ്പിക്കലി എല്ലാവരും പറയുന്ന ക്ലീഷേ എക്സാമ്പിൾ ആണ്, ബട്ട് സ്റ്റിൽ ഐ വുഡ് സേ ദാറ്റ് ഒരു പാലം വന്നു കഴിയുമ്പം അവിടുത്തെ കടത്തുകാരൻ ഞാൻ ഇനിയും വള്ളം തന്നെ തുഴയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ബിസിനസ് കിട്ടില്ല. പുള്ളി അപ്പം അത് പ്രൊഫൈൽ മാറി മേ ബി അവിടെ കടയിടുന്നതാവാം, ഇറ്റ് കുഡ് ബി സംതിങ് എൽസ്. അപ്പം ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമ്മുടെ ഇത്രയും നാളത്തെ നോളജും ഡൊമൈൻ അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ നമ്മുടെ ബേസിലുണ്ട്. ശകലം അപ്സ്കിൽ ചെയ്താൽ നമുക്ക് റെലവെന്റ് AI പ്രൂഫ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രൂഫ് ജോലിയിലോട്ട് മാറാൻ പറ്റും. ആ ഒരു അപ്സ്കില്ലിംഗ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഇസ് എ റിസ്ക്. ചെയ്യുവാണെങ്കിൽ ദർ ഇസ് ആംപിൾ ഓപ്പർച്യൂണിറ്റി. കാരണം പണ്ട് ഇപ്പം ദർ വാസ് എ ടൈം, ഒരു 10, 15, 20 വർഷം മുന്നേ സോഫ്റ്റ്വെയർ പ്രോജക്ട്സ് റൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് Fortune 500 അല്ലെങ്കിൽ അങ്ങനെ ടോപ്പ് കമ്പനീസ് ആണ്, ഡെഡിക്കേറ്റഡ് IT ടീംസ് ഉള്ള ആളുകൾ. ചെറിയ കമ്പനികൾ ഡിജിറ്റൈസേഷനും ഓട്ടോമേഷനും ഒന്നും ചെയ്യില്ലായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവർക്കും ചെയ്യാനുള്ള ഒരു മോർ ഡെമോക്രാറ്റിക് ആണ്. അതുവഴി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കുറയുന്നില്ല, ജോലിയുടെ സ്വഭാവം മാറുന്നുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് അപ്സ്കിൽ ആയാൽ മതി. എയുടെ ഒരു വരവോട് കൂടിയിട്ട് ഇത് കുറച്ചുകൂടി അപ്രോച്ചബിൾ ആയി, കുറച്ചുകൂടി ഡൂവബിൾ ആയി, കൂടുതൽ പേര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ടെക്. കൂടുതൽ പേർക്ക് സൊല്യൂഷൻസും സോഫ്റ്റ്വെയർ സൊല്യൂഷൻസും വേണം. ഇനി പണ്ട് ഈ ചെറിയ ഒരു റീറ്റെയിൽ കട അല്ലെങ്കിൽ ചെയിൻ നടത്തുന്നവർ ചിലപ്പോൾ ഒരു ഓൺലൈൻ ഡെലിവറി പറ്റി ചിന്തിച്ചു പോലും കാണില്ല. ഇപ്പൊ അവർ ഒന്നെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കും, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ എൻറോൾ ചെയ്യും. സോ ദേ വിൽ ഹാവ് ദെയർ ഓൺ ഡിജിറ്റൽ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഡിജിറ്റൽ പ്രസൻസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സോഫ്റ്റ്വെയറിന്റെ ഡിമാൻഡ് കൂടും, അല്ലെങ്കിൽ IT ഡിമാൻഡ് കൂടും, അല്ലെങ്കിൽ IT മാത്രം പറയുകയല്ല, ഇപ്പോൾ മാർക്കറ്റിംഗ് ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും എല്ലായിടത്തും ടിപ്പിക്കൽ മാനുവൽ ജോലി ഒക്കെ ഇറലവൻ്റ് ആകും. പക്ഷേ നമ്മുടെ തോട്ടും നമ്മുടെ ഡൊമൈൻ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ അതിൻ്റെ ഇടാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ നോളജിന്റെ മേളിൽ ആ ലെയറും കൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി മോർ വാല്യുബിൾ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിനോട് കൂടി ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേക്ക് ഹോൾഡർ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കാൻഡിഡേറ്റിന് ഈ തരത്തിലുള്ള ഒരു വാല്യൂ അഡീഷൻ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നേരത്തെ പറഞ്ഞ എല്ലാം കൂടി ഒരുമിച്ചാണല്ലോ നമ്മൾ വായിക്കുന്നത്. ഡിസൈൻ തിങ്കിങ് ആയിക്കോട്ടെ, ഡിസൈൻ തിങ്കിങ്, സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ്, പ്രോബ്ലം സോൾവിങ്, എബിലിറ്റി ടു സീ തിങ്സ് ഫ്രം 10,000 feet ഹൈറ്റ്, പിന്നെ AI എലമെന്റ്സ് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് നമ്മുടെ നോളജും AIയും കൂടെ ഓഗ്മെന്റ് ചെയ്ത് നമുക്ക് കൂടുതൽ ബെറ്റർ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു റൗണ്ടഡ് പ്രൊഫഷണൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, എംപ്ലോയബിൾ. ഇത് ഈ ഒരു കാര്യം വരുന്ന സമയത്ത് ഇന്ന് നമ്മൾ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് മുൻപ് ഏലിയനേറ്റഡ് ആയിരുന്നിരുന്ന ഒരു
ഫീൽഡ് ഓഫ് ഏരിയ ആയിട്ട് നിന്നിരുന്ന ഒരു സംഭവം ഇപ്പോൾ കുറച്ചുകൂടി നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഡെമോക്രറ്റൈസ്ഡ് ആയി, കൂടുതൽ പേർക്ക് ആക്സസ് ഉള്ള ഒരു ഫീൽഡായി. അത് വരുന്ന സമയത്ത് തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു ട്രെൻഡാണ് ഈ പറഞ്ഞ പോലെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ അവർ ഈ ലേണിംഗ് ഫേസിൽ AI ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ. പൊതുവേ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഒബ്വിയസ്ലി ആദ്യം കേൾക്കുന്നത് എല്ലായ്പ്പോഴും നെഗറ്റീവ് ആയിരിക്കുമല്ലോ. ഇതിൻ്റെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണല്ലോ നമുക്ക് എല്ലായ്പ്പോഴും ആദ്യം വരുന്നത്. അപ്പോൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ AI ഉപയോഗിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ വൃത്തി പഠിക്കുന്നില്ല, ഈ കൃത്യമായിട്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു ഫീഡ്ബാക്ക്. അപ്പോൾ അതിന് എങ്ങനെ കാൻഡിഡേറ്റ്സിന് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് ഈ AI-നെ അവരുടെ ആ ഒരു ലേണിംഗ് ജേർണിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്? ഇതൊരു പുതിയ പ്രോബ്ലം അല്ലല്ലോ. ഇത് നമ്മൾ പണ്ടും ചെയ്തുകൊണ്ടിരുന്നല്ലേ. നമുക്ക് കാൽക്കുലേറ്റർ പണ്ട് തൊട്ടുണ്ടല്ലോ. നമുക്ക് സ്കൂളിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. യു കാൺ ക്യാരി അൺലെസ് 12th എന്ത് എത്തിയ സയന്റിഫിക്, അത് എഞ്ചിനീയറിംഗിനായിരുന്നോ സയന്റിഫിക് കാൽക്കുലേറ്റർ? എഞ്ചിനീയറിംഗിനായിരുന്നു. പക്ഷേ നമ്മൾ സ്കൂളിൽ പഠിച്ച ലോഗരിതം ബുക്കും മേടിച്ചിട്ട് ലോഗരിതം ബുക്കിന്റെ അകത്ത് നോക്കിയിട്ടാണ് ലോഗ് വാല്യൂ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ പ്രോബ്ലം വാസ് ഓൾവേസ് ദർ. ഇത് പുതിയ പ്രോബ്ലം അല്ല. ടെക് അന്നും ഉണ്ടായിരുന്നു. ടെക്കിന്റെ ഡെപ്ത് മാറി, കോണ്ടെക്സ്റ്റ് മാറിയെങ്കിലും നമ്മൾ ലോഗ് ബുക്ക് യൂസ് ചെയ്യുമായിരുന്നു. നമ്മൾ പീരിയോഡിക് ടേബിളിനെ നോക്കാനായിട്ട് അതിന്റെ ടേബിൾ പ്രിന്റ് എടുത്തോണ്ട് പോകുമായിരുന്നു. അല്ല, ഇതെല്ലാം നമ്മൾ ചെയ്യുമായിരുന്നു. മാപ്പ് നമ്മൾ കൈകൊണ്ട് വരയ്ക്കുമായിരുന്നു, പ്രിന്റ് എടുത്തിട്ട് പോയാൽ മതിയായിരുന്നല്ലോ. ഇന്ത്യയുടെ മാപ്പ് നമ്മൾ വരയ്ക്കാൻ എന്തിനാ കൈകൊണ്ട് വരച്ചേ? അപ്പൊ ഇതെല്ലാം പണ്ടും നമ്മുടെ പെഡഗോഗി നോക്കുവാണെങ്കിൽ ഇതായിരുന്നു പണ്ടത്തെ പ്രോസസ്സ്. ഇപ്പം ആ സയന്റിഫിക് കാൽക്കുലേറ്റർ മാറി, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ മാറി AI വന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്രോച്ച് ഷുഡ് റിമെയിൻ ദ സെയിം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് ഇത് ക്യാപ്സ്യൂൾ പരുവത്തിൽ കിട്ടിയാൽ നമ്മുടെ ബേസ് സ്ട്രോങ് ആവില്ല. പക്ഷെ എന്ന് വെച്ചാൽ AI യൂസ് ചെയ്യേണ്ടെന്നല്ല, AI യൂസ് ചെയ്യണം. കാരണം നമുക്ക് കുറെ കൂടെ പേഴ്സണലൈസ്ഡ് കരിക്കുലം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഒരു 10 സബ്ജക്റ്റും എല്ലാം പഠിച്ച് പാസ് മാർക്ക് മേടിച്ച് പോകണം എന്നൊക്കെ പറയുന്ന കൾച്ചർ ഇനി ഉണ്ടാവുക, ഭാവിയിൽ ഇത് മാറി കുറെ കൂടെ എനിക്ക് വേണ്ടത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ള രീതിയിലോട്ട് മാറുമോ എന്നൊക്കെ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. പക്ഷേ പ്രൈമറിലി ഞാൻ പറയുകയാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് കൂടുതൽ ഈ ടെക് യൂസ് ചെയ്താലും അത് നമ്മുടെ ബേസിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാവരുത് നമ്മളിത് ചെയ്യുന്നത്. കാരണം ബേസിൽ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഒരു ദിവസം ഇല്ലെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഇപ്പം നമ്മുടെയൊക്കെ ഇപ്പം ഓഫീസിലാണെങ്കിൽ മിക്കയിടത്തും ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ അന്നത്തെ പണിയുടെ കാര്യം നടക്കില്ല, അല്ലേ? അപ്പം ആ ഒരു ഡിപ്പെൻഡൻസി ഭയങ്കര ഹൈ ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനും എൻ്റെ കോഫൗണ്ടർ ഉണ്ട് ജ്യോതിസ്, ഞങ്ങളൊക്കെ കരിയർ ഒരുമിച്ച് ഒരേ സെയിം ഫേഴ്സിലാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യണം. അവിടെയൊക്കെ നമ്മളിത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്റർനെറ്റ് ഒരു മാൻഡേറ്ററി പീസ് അല്ല. ഇതില്ലാതെ നമുക്ക് പണിയെടുക്കാൻ പറ്റണം. നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യും, നമ്മൾ പഴയ കോഡിൽ നോക്കി കോപ്പി പേസ്റ്റ് ചെയ്യും, പക്ഷെ നമ്മൾ തപ്പി എടുക്കണം അതിൻ്റെ അകത്ത്. അപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ 5:30 വരെ വെയിറ്റ് ചെയ്യണം. നമുക്ക് കയ്യിൽ നിൽക്കാത്ത കേസാണെങ്കിൽ വൈകുന്നേരം 5:30 കഴിഞ്ഞ് നെറ്റ് കിട്ടിയിട്ട് വേണം തപ്പിയിട്ട് സോൾവ് ചെയ്യാനായിട്ട്. പക്ഷെ ഇവിടെ ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ അന്ന് പണി നടക്കില്ല, അല്ലെ? യു ആർ സ്റ്റാൻഡ് സ്റ്റിൽ ലിറ്ററലി. അപ്പോൾ ആ ഒരു ബേസ് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് എല്ലാം അല്ലെങ്കിൽ AI യൂസ് ചെയ്ത് പോകരുത് എന്നുള്ളത് ഐ തിങ്ക് ദാറ്റ് ഇസ് നമ്മുടെ ആവശ്യം കൂടെയാണ്. എന്ന് വെച്ചാൽ ആസ് എ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ആസ് എൻ എംപ്ലോയി we should have that responsibility not to use it too much during learning phase. പക്ഷേ എപ്പോഴും ഈ മാർക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മിക്കവാറും പലരും ഇത് ദേ ആർ ഫോഴ്സ് ടു പെർഫോം, അല്ലെങ്കിൽ ഞാനിത് ചെയ്തു എന്നുള്ളത് കാണിച്ചാൽ എനിക്ക് ഇത്ര സ്കോർ കിട്ടും എന്നുള്ള രീതിയിലാണല്ലോ നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ സ്കോർ വെച്ചിട്ട് ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ. ഓഫ്കോഴ്സ് അഡ്മിഷൻ കിട്ടും അടുത്തത്, അല്ല എംപ്ലോയ്മെന്റിന് സ്കോർ അത്ര വലിയ ഫാക്ടർ ആണോ എന്ന് എനിക്കറിയില്ല ഇപ്പം. ലൈക്ക് അതാണ് ഇപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് ഇപ്പോൾ ഹയറിംഗ് സൈഡിൽ നിന്ന് വരുമ്പോൾ ഹയറിംഗ് സൈഡ് നമ്മൾ എനിക്കറിയില്ല, ഏതെങ്കിലും കമ്പനികൾ നോക്കുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ നോക്കുക ഉറപ്പായിട്ട്. ഇപ്പോൾ ഈ ഉറപ്പായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ ഒരു ഡിഫറൻസിയേഷനും ഇല്ലെങ്കിൽ ആൾ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ്, അല്ലെങ്കിൽ 90% മേളിൽ കിട്ടിയിട്ടുണ്ട്, നമ്മൾ ആൾക്ക് ഒരു വെയിറ്റേജ് വരും. കാരണം നമ്മൾ കാണുന്നത് പുള്ളിയുടെ കഴിവെന്നുള്ളത് എന്താണെന്നറിയാം, ലേണിംഗ് എബിലിറ്റി. ഇത് മാത്രം ഒന്ന് ചെക്ക് ആകും. അതല്ലാതെ ഇത്രയും പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ലേ എന്ന് നമ്മൾ നോക്കി. ഇപ്പം ഞങ്ങൾ ഹയർ ചെയ്യുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും നോക്കാറില്ല. വി ഡോണ്ട് ഈവൻ ലുക്ക് അറ്റ് ദാറ്റ്. അപ്പോൾ അതിൽ പക്ഷേ അത് പഠിക്കുന്ന മോശം എന്നല്ല കേട്ടോ, പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ വേണ്ടത് ഈ സ്കില്ലാണ്. പ്രോബ്ലം സോൾവ് ചെയ്ത് ഇത് ചെയ്തെടുക്കാനുള്ള സ്കില്ലാണ് നമുക്ക് വേണ്ടത്. അത് ഒരു വിധത്തിൽ നല്ല മാർക്കുള്ളവർക്ക് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ഇത് കാണുമായിരിക്കും. പക്ഷെ ഇതില്ലെങ്കിൽ നന്നായിട്ട് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ കമ്പനി തന്നെയുണ്ട്. ഒരുപാട് നല്ല കുട്ടികൾ ഇത് മാർക്കുമായിട്ടൊന്നും ഒരു ബന്ധം നമ്മൾ നോക്കിയിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. ബട്ട് ദേ ആർ റിയലി ഗുഡ്. അപ്പം ബട്ട് ഇത് യൂസ് ചെയ്യാൻ മാൻഡേറ്ററി ആണ്. ഇപ്പോൾ ഒരു അസൈൻമെന്റ് വെക്കണം, ഇവരിത് നോക്കി ചെയ്യുന്നു, നോക്കി ചെയ്യുന്ന 10-9 പേര് നോക്കി ചെയ്യുന്നു, ഒരാൾ നോക്കാതെ ചെയ്യുന്നു. ഈ നോക്കാതെ ചെയ്യുന്നവർ അതിന്റെ അഡ്വാൻറ്റേജ് പിന്നെ കിട്ടും. That's the whole point. ഈ നോക്കി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സ്കില്ലിനെ കുറിച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം വരുന്ന ഡിസ്കഷൻ ആണല്ലോ. അതായത് ബിൽ ഗേറ്റ്സ് ഡ്രോപ്പ് ഔട്ട് ആണ്,
മാർക്ക് സക്കർബർഗ് ഡ്രോപ്പ് ഔട്ട്. ഡ്രോപ്പ് ഔട്ട് ആയേ? അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു വെക്കുന്ന ഒരു ഫാക്ട് ആണെന്ന് നിലനിൽക്കെ തന്നെ അവിടെയും അവർക്ക് കഴിവുള്ള അവരുടെ കഴിവ് നഴ്ചർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കൊണ്ടാണ് ആ ഒരു ഇതവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയത് എന്നുള്ളൊരു ആസ്പെക്ട് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്തും കാൻഡിഡേറ്റ്സ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് തന്നെയാണ് ഈ ബ്രേക്ക് ഔട്ട് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ആയത്. അപ്പോൾ ഈ ഹയറിങ്ങിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരു ഫണ്ടമെന്റൽ ഡിഗ്രി അല്ലെങ്കിൽ ഒരു അക്കാഡമിക് പെർഫോമൻസിന്റെ ഒരു പീസ് ഓഫ് പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ യു ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പൊസിഷൻ എന്ന് പറയുന്ന ഒരു ബാരിയർ, അതിനെക്കുറിച്ച് അത് മാറുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഡിസ്കഷനോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഏത് കയ്യിലുണ്ടെങ്കിലാണ് ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറിയില്ല. ലൈക്ക് ഐ മീൻ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസേഷൻസ് ഇപ്പോൾ ഇൻഫോസിസ് കേസ് എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം എൻ്റെ ഓർമ്മ 60% മാർക്ക് 10th-നും 12th-നും ഡിഗ്രിക്ക് ഉണ്ടാവണമെന്ന് എന്തോ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു സെഗ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻസ് എന്തായാലും ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ലക്ഷക്കണക്കിന് ആപ്ലിക്കേഷൻസ് വരുമ്പം ദർ ഷുഡ് ബി സംതിങ് ടു ഫിൽട്ടർ ഔട്ട് അല്ലേ. അല്ലാതെ ഇത് കാരണം മാത്രമേ അയാൾ വർക്ക് ചെയ്യത്തുള്ളൂ, അവർക്ക് ഫിൽട്ടർ ചെയ്യാൻ റീസൺ വേണം. ഇപ്പം ഞങ്ങളുടെ ചെറിയ ഓർഗനൈസേഷൻ 10-40 പേരേ ഉള്ളൂ. ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ 100-150 പേരായിരിക്കും ജോബിന് അപ്ലൈ ചെയ്യുന്നത്. അവിടെ നമുക്ക് ഈ ഒരു ഫിൽറ്ററിങ് കണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ നേരെ സ്കില്ല് വെച്ച് ഫിൽട്ടർ ചെയ്യുന്നു. അപ്പൊ ഇത് ഒരു ഡിഗ്രി വെച്ച് ഫിൽട്ടർ ചെയ്യുന്നത് മോശമാണെന്നോ നല്ലതാണെന്നോ അല്ല, അത് ഓരോ ഓർഗനൈസേഷന്റെ നീഡാണ് ആ ഒരു ഫിൽട്ടറിങ് മെക്കാനിസം എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു ഫണല് എങ്ങനെ ഈസിലി മാനേജ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് അവിടെ വരുന്നത്. അല്ലാതെ അതൊരു മാൻഡേറ്റ് ആയിട്ട് ഭാവിയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഐ തിങ്ക് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. ബട്ട് വാട്ട് ഐ ഫീൽ ഇസ് ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്കോർ എന്ന് പറഞ്ഞ രീതിയിലോട്ട് എത്തും ഇവഞ്ച്വലി, മോർ ദാൻ റെസ്യൂമേ. നമുക്കൊരു സ്കോറിങ്ങിനുള്ള പ്ലാറ്റ്ഫോം വരുമെന്നാണ് നമ്മൾ ചിന്തിക്കുക. ഇപ്പം ഞങ്ങൾ തന്നെ ഇപ്പോൾ നമ്മുടെ ഏറ്റവും മോസ്റ്റ് റീസെൻറ്റ് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സാപ്പി ഫൈൻഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. അപ്പം അതിൻ്റെ ഹോൾ ഫിലോസഫി തന്നെ റെസ്യൂമയുടെ കാലം കഴിഞ്ഞു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം എല്ലാ റെസ്യൂമേ ഒരുപോലെയാണ്, ആദ്യം പറഞ്ഞ പോലെ എല്ലാ റെസ്യൂമേ ഒരുപോലെയാണെങ്കിൽ ഞാൻ എന്ത് വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യും? അപ്പം നമ്മളിപ്പോൾ റെസ്യൂമേ പോലും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു കാൻഡിഡേറ്റിൻ്റെ പ്രിഫറൻസ് അറിഞ്ഞിട്ട് ആ പ്രിഫറൻസിന് പറ്റിയ ക്വസ്റ്റ്യൻസ് കാൻഡിഡേറ്റിനോട് ചോദിച്ച് ഓട്ടോമാറ്റിക്കലി ഒരു ഏജന്റിക് അപ്രോച്ച് എന്ന് പറയുന്ന പോലെ കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂ ചെയ്ത് ഇത് വെച്ചിട്ടൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യും കാൻഡിഡേറ്റിൻ്റെ. സോ നമ്മൾ സാപ്പി ഫൈൻഡ് വഴി ഉണ്ടാക്കാൻ നോക്കുന്നത് കാൻഡിഡേറ്റിന് എന്ത് വേണമെന്നല്ല, കാൻഡിഡേറ്റ് ആരാണെന്നാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സോഷ്യൽ സ്കോർ പോലെ വരും, പബ്ലിക് സ്കോർ പോലെ കൊണ്ടാക്കാൻ പറ്റും. ഇത് വെച്ചിട്ടാണ് അവർ ജോബിന് അപ്ലൈ ചെയ്യുന്നത്. സോ ബേസിക്കലി കാൻഡിഡേറ്റിന്റെ ആക്ച്വൽ പ്രൊഫൈൽ നമ്മൾ ബിൽഡ് ചെയ്യും റാദർ ദാൻ വാട്ട് ദിസ് പേഴ്സൺ ക്ലെയിംസ് ടു ബി. മനസ്സിലായോ? അപ്പോൾ ആ ഒരു രീതിയിലോട്ട് മാറുമ്പോൾ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതും ഇതെല്ലാം മാറുമല്ലോ. ഇപ്പം നമ്മൾ പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പം 10-15-20 വർഷം എടുത്തു എല്ലായിടത്തും പെനട്രേഷൻ ഒന്നും അത്യാവശ്യമായി വരാൻ. പക്ഷേ എന്ന് പറഞ്ഞാൽ 2-3 വർഷത്തിലാണ് പെനട്രേഷൻ വന്നത്. അപ്പോൾ നമുക്ക് പണ്ട് അതിന് മാത്രം സമയം ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, IT എന്നൊക്കെ പറയുന്ന ഫീൽഡുകൾ എഡ്യൂക്കേഷനിൽ വരാൻ സമയം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ സ്ലോ അഡോപ്ഷൻ. സ്ലോ എന്നല്ല, ഇറ്റ് വാസ് എ ഗ്രാജുവൽ അഡോപ്ഷൻ. പക്ഷെ AI അങ്ങനല്ല, ഭയങ്കര ഫാസ്റ്റാണ് അഡോപ്റ്റഡ് ആവുന്നത്. അപ്പോൾ ഇപ്പം യൂണിവേഴ്സിറ്റീസിന്റെ പഠിപ്പിക്കുന്ന രീതിയും സ്കൂൾസിന്റെ സിലബസും എല്ലാം ഇനി മാറാൻ കിടക്കുന്നേ ഉള്ളൂ. ഇതിന് മാറി തുടങ്ങിയിട്ട് പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ. വളരെ മിനിമൽ, അതായത് AI എന്ന് പറഞ്ഞ സബ്ജക്ട് വന്നിട്ടുണ്ടാവും, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം BTech in AI എന്ന് പറഞ്ഞാലും ഇപ്പം ഞാൻ പല സ്ഥലത്തെയും സിലബസ് കാണുമ്പോൾ ദർ ഇസ് നത്തിങ് ഇൻ ദാറ്റ് അൺഫോർച്ചുനേറ്റ്ലി ഓർ വാട്ട് എവർ. ഒന്നും ഇല്ല ഇപ്പോഴും. കാരണം ആരെയും കുറ്റം പറയാൻ പറ്റില്ല, അതിന് മാത്രമായിട്ട് എല്ലാവർക്കും അവയർനെസ് ആയി വരുന്നേ ഉള്ളൂ. പഠിപ്പിക്കാനുള്ള ഫാക്കൽറ്റീസ് നമ്മുടെ നാട്ടിലായി വരുന്നേ ഉള്ളൂ. ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസിന്റെ എണ്ണം കുറവാണ്. അല്ല, ഇപ്പോഴും തിയറട്ടിക്കൽ നോളജ് ഉള്ളവർ തന്നെയാണ് നോക്കുന്നത്. അത് ഒരു ഫേസിന്റെ ഭാഗമാണത്. പക്ഷേ വിത്തിൻ 2 years ഇറ്റ് മൈ ചേഞ്ച്, ഓർ ഇറ്റ് വിൽ ചേഞ്ച്, ഓർ ഇറ്റ് ഹാസ് ടു ചേഞ്ച്. അന്നിത് മാറും. സോ അങ്ങനെയാണെങ്കിൽ ഈസ് ഇറ്റ് സേഫ് ടു സേ ലൈക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി അക്കാഡമിക് ആയിട്ട് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നവർ ഒരു കരിയർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഈ പറഞ്ഞ പോലെ ബൾക്കായിട്ട് ഹയർ ചെയ്യുന്ന അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ഓർഗനൈസേഷൻ അപ്രോച്ച് ചെയ്യുക. അല്ല, നിങ്ങൾ ഡിഗ്രി എന്നുള്ളതിനേക്കാൾ സ്കില്ല്, ഐ ഹാവ് സ്കിൽ എന്ന് കോൺഫിഡൻസ് ഉള്ളവർ ട്രൈ അപ്രോച്ചിങ് സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന പെർസ്പെക്റ്റീവ് ഒരുപാട് ഉണ്ട്. സ്റ്റാർട്ടപ്പ് മാത്രമല്ല, നല്ല പ്രൊഡക്റ്റ് കമ്പനികൾ, ഇത് നോക്കാത്ത കമ്പനികൾ ഒരുപാടുണ്ട്. അത് ഇവരൊക്കെ നല്ല റിസോഴ്സസ് ആണെങ്കിൽ ഇവരെയൊക്കെ ഇങ്ങനെ കൊത്തിക്കൊണ്ട് പോകുന്നു പറയില്ലേ. ഇപ്പം നല്ല ഹാക്കത്തൺസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവിടെ നല്ലതായിട്ട് നോട്ടീസ്ഡ് ആവുന്നു, അല്ലെങ്കിൽ നല്ല പബ്ലിക് ടോക്സ് നടത്തുന്നു. ഇപ്പം എനിക്ക് നല്ല കോണ്ടെക്സ്റ്റ് അറിയാമെങ്കിൽ എന്നെ പലരും വിളിക്കും സംസാരിക്കാനായിട്ട് അല്ലേ. അപ്പം അങ്ങനെ പോകുന്ന കുട്ടികൾ ഇപ്പം പബ്ലിക് ടോക്സ് നടത്തുന്നു. ഇതൊക്കെ ഇറ്റ് ഹെൽപ്സ് ദം സ്റ്റാൻഡ് ഔട്ട്. അപ്പം അവിടെ പോയിട്ട് ഓക്കെ ഇദ്ദേഹത്തിന്റെ BTech 60% ഉണ്ടോ എന്ന് ആരും ചോദിക്കത്തില്ല. അപ്പം
ഐ തിങ്ക് ദാറ്റ് ഇസ് ഒരു ഓവർ ആയിട്ടുള്ള ഒരു ഹൈപ്പ് ഉണ്ട് അവിടെ. പക്ഷേ എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില കൈൻഡ് ഓഫ് കമ്പനികളിൽ ഇപ്പോൾ ഒന്നും വേണ്ട, എനിക്കൊരു വിസ അപ്ലൈ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ എൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബേസ് സെറ്റ് ചെയ്യാനായിട്ട് എഡ്യൂക്കേഷൻ ഇതെല്ലാം വേണം. പക്ഷേ സ്കിൽ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. കാരണം എഡ്യൂക്കേഷൻ ക്യാൻ ഓൺലി ഓപ്പൺ എ ഡോർ, പക്ഷേ സീറ്റ് കിട്ടണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ ഗേറ്റ് ഓപ്പണർ ആയിട്ട് എഡ്യൂക്കേഷൻ എന്തായാലും പല സ്ഥലങ്ങളിലും വേണ്ടി വരും. അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് 5-10 years. അത് കഴിഞ്ഞ് എങ്ങനെയായിരിക്കും ഇത് മാറുന്നത് എന്നുള്ളത്. ഇതിന്റെ കൂടെ ചേർത്ത് വയ്ക്കാവുന്നതാണെന്ന് തോന്നുന്നു നമ്മുടെ ബിൽഡ് ഇൻ പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ലൈക്ക് നമ്മുടെ കോവിഡ് പാൻഡമിക് സമയത്ത് ട്വിറ്ററിൽ ഒരു ക്യാമ്പയിൻ ഉണ്ട്, 100 days of coding എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഒരു ക്യാമ്പയിനായിട്ട് അവരുടെ ഒരു ഡെവലപ്മെന്റ് ജേണി അല്ലെങ്കിൽ അവരുടെ ഒരു ലേണിംഗ് ജേണി പബ്ലിക്കായിട്ട് പുഷ് ചെയ്യുന്നു പറഞ്ഞ ആ ഒരു ഇറ്റ്സ് പാർട്ട് ഓഫ് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക സെൽഫ് PR എന്നുള്ള ലെവലിൽ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക. അതെ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ഡിഗ്രിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ നോക്കാതെ തന്നെ ഒരുപാട് പേര് എംപ്ലോയിഡ് ആയിട്ടുള്ള സക്സസ് സ്റ്റോറീസ് കാണാം. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോറീസ് ഇപ്പോഴും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇപ്പം പല പബ്ലിക് കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ, ഡെവലപ്മെന്റ് ഗ്രൂപ്പ്സുകൾ, അത് ലീഡ് ചെയ്യുക, ഹാക്കത്തോൺസ് റൺ ചെയ്യുക, ഹാക്കത്തോൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ ഒന്ന് അതിൻ്റെ ഒരു കിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. രണ്ട് നമ്മളെ തന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യിക്കുകയാണ് അവിടെ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്രെഡിബിലിറ്റി ബിൽഡിംഗ് എക്സസൈസിന്റെ ഭാഗമായിട്ട്, അതായത് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഒബ്വിയസ്ലി ഇൻഡസ്ട്രിയിലേക്ക് ക്രാക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്കത് കിട്ടുന്നത്. ബട്ട് അതിന് മുൻപ് നമ്മൾ ഐ ആം റെഡി ഫോർ ദ ഇൻഡസ്ട്രി എന്നുള്ളത് ഡെവലപ്പ് ചെയ്യാൻ ഇത്തരത്തിലുള്ള പ്രോസസ്സ് നമ്മളെ ഒരുപാട് കാരണം ദാറ്റ് ഹെൽപ്സ് യു. എപ്പോഴും ഞാൻ എന്നെ റിപ്പീറ്റ് ആണ്, ദാറ്റ് ഹെൽപ്സ് യു സ്റ്റാൻഡ് ഔട്ട്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സ്റ്റാൻഡ് ഔട്ട് ചെയ്താലേ, കാരണം അതിന് മാത്രം ആളുകളാണല്ലോ മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നത്. ഓരോ വർഷം 1000-കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് പുതിയ എഞ്ചിനീയേഴ്സ് മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇതിൽ എല്ലാവർക്കും ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ അതിൽ നിന്ന് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഈ സംഭവം ആണ്. വളരെ വളരെ ലോ പെർസെൻറ്റേജ് ഓഫ് ആളുകളാണ് ഈ ജിഷ്ണു ഇപ്പൊ പറഞ്ഞ പ്രോസസ്സിൽ കൂടെ പോകുന്നവർ. ഇപ്പൊ ബിൽഡ് ഇൻ പബ്ലിക് എത്ര പേര് ചെയ്യും? എത്ര പേര് സ്വന്തമായിട്ട് നല്ലൊരു ഗിറ്റ് ഹബ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നവരുണ്ടാവും? ഇപ്പം നമ്മൾ ഇപ്പം ചിലതൊക്കെ നമുക്ക് ജോബ് ആപ്ലിക്കേഷൻ വരാൻ നേരത്ത് അതൊരു മിസ്റ്റേക്ക്, എന്നോട് 3 മിസ്റ്റേക്ക് നേരത്തെ ചോദിച്ചതായിട്ട് ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ, ഇവരുടെ ഗിറ്റ് പ്രൊഫൈൽ നോക്കുമ്പോൾ നല്ല ഗിറ്റ് പ്രൊഫൈലാണ്. പക്ഷെ അതിൽ നമ്മൾ കമ്മിറ്റ്സും ഡേറ്റും നോക്കുമ്പോൾ കാണാം ഇതെല്ലാം കഴിഞ്ഞ് ഒരാഴ്ചയിലായിരിക്കും ചെയ്തേക്കുന്നത്. കാരണം ഇന്റർവ്യൂവിന് വരുന്നതിന് മുന്നേ ഈ പ്രൊഫൈൽ ഒന്ന് ബിൽഡ് ചെയ്യണ്ടേ അതിന്. അപ്പൊ അത് കാണുമ്പോഴേ നമുക്ക് ഇതെല്ലാം ഈ ട്രെയിൽ ലീവ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ഒരാഴ്ചയിലാണ് ഗിറ്റ് കമ്മിറ്റ് എല്ലാം വന്നേക്കണം. 3 റിപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഭയങ്കര ആക്റ്റീവാണ്. പക്ഷെ അതെല്ലാം ലൈക്ക് ഫാബ്രിക്കേറ്റർ, മോശമെന്നല്ല, എഗെയിൻ മച്ച് ബെറ്റർ ദാൻ ഒന്നുമില്ലാത്തതിനേക്കാളും. പക്ഷെ എന്നാലും ഇതൊക്കെ കാണാം. അപ്പോൾ അതാണ് ഇതിനുള്ളൊരു കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് അങ്ങ് പോവുകയാണ്. ഇപ്പം ഞാൻ പഠിക്കാൻ തുടങ്ങി 2nd year ആയപ്പോഴേ എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നു. ഞാൻ ഹാക്കത്തോൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്റേണൽ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്, ഞാൻ ചില പബ്ലിക് പ്രോജക്ട്സിൽ അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇതൊരു ഗ്രാജുവലി ഓവർ എ പീരീഡ് ഓഫ് ടൈം എൻ്റെ പ്രൊഫൈൽ ബിൽഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ കേരളം സ്പെഷ്യലി ഇറ്റ്സ് എ വെരി സ്മോൾ പ്ലേസ്. അപ്പം ഇവിടെ ഞാൻ ഈ ഒരു രീതിയിൽ ആക്റ്റീവ് ആണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ എന്നെ ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് അറിയാൻ പറ്റും. കാരണം ഈ ചെറിയ ക്രൗഡ് എല്ലായിടത്തും വരുന്നതും കമ്പനീസ് കാണുന്നതും ഒക്കെ ഇവർ പെട്ടെന്ന് ഇവരെ നാച്ചുറലി ഇവരെ സപ്പോർട്ട് ചെയ്യാനും ഇവരെ പിക്കപ്പ് ചെയ്യാനും ഒക്കെ ആളുകളുണ്ടാവും. സോ അത് എഫേർട്ട് ഇടണം. പക്ഷെ എന്നൊരു ജെന്യുവൻ എഫേർട്ട് ഇടണം. അവിടെ എല്ലാം കൂടെ പെട്ടെന്ന് ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കാൻ നോക്കിയാൽ അത് ഹുക്കാവില്ല ചില സമയത്ത്. എനിക്ക് തോന്നുന്നു ഈ ഗിറ്റ് പോലുള്ള പബ്ലിക് റെപ്പോസിറ്ററി ഓപ്ഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പബ്ലിക് ഒരു ഓർഗനൈസേഷൻ റെഗുലർലി വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ അല്ലെങ്കിൽ ആ ഒരു എന്റർപ്രൈസ് ആപ്ലിക്കേഷൻ ബിൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന റിയൽ ലൈഫ് ടൂൾസിനെ കുറിച്ചുള്ള ഒരു ലാക്ക് ഓഫ് അവയർനെസ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണെന്ന് തോന്നുന്നു. എനിക്ക് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജും IEDCയുടെ ഒരു ബ്രാഞ്ച് അവിടെ ഉണ്ടാവുമല്ലോ. ഇപ്പം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആണ് IEDC. അപ്പം IEDC വഴിയും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇതുപോലത്തെ ഓൺടർപ്രണർഷിപ്പ് ക്ലബ്ബുകൾ, അല്ലെങ്കിൽ ഇപ്പം ടൈയുടെ യങ് ഇന്ത്യൻസ്, അങ്ങനെ പല ആളുകളും ഇതിൽ ഇന്റർവീൻ ചെയ്യുന്നുണ്ട് പല രീതിയിൽ. അപ്പം ഓപ്പർച്യൂണിറ്റി അല്ല അവിടുത്തെ വിഷയം. ഇപ്പം അവർ അവയർനെസ്, എനിക്ക് തോന്നുന്നില്ല അവയർനെസ്സിൻ്റെ ഒരു ചലഞ്ച് ഉണ്ടെന്ന് തോന്നുന്നില്ല. ആളുകൾക്ക് അറിയാം, പിന്നെ എഫേർട്ട് ഇടാൻ റെഡിയാണോ എന്നുള്ളൊരു അതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണൽ ഇതാണ്. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ കോളേജ് നോക്കുകയാണെങ്കിൽ ഞാൻ അവയർ ആയിരുന്നില്ല. ആ സമയത്ത് എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഐ വാസ് നോട്ട് റിയലി ഇങ്ങനത്തെ ഒരു വലിയ ബോധങ്ങളായിരുന്നില്ല. നടക്കുന്ന പോലെ അങ്ങ് നടക്കട്ടെ എന്നുള്ള രീതിയാണ്. പക്ഷെ ഇപ്പം അതിനേക്കാൾ എളുപ്പമാണ് കുറേ കൂടെ എനിക്ക് തോന്നുന്നു. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള അവന്യൂ മുമ്പിലുണ്ട്. അപ്പം ആ ഒരു അവന്യൂ ഇല്ലായ്മയും ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയും അല്ല ഇപ്പോഴത്തെ പ്രോബ്ലം. എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ I think there are enough and more opportunities on the table. Okay, now that you mentioned it, I think awareness ഇല്ലായ്മയോ അറിയില്ലായ്മയോ എന്നുള്ളതിനേക്കാൾ മേ ബി എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ചിലപ്പോൾ അത് ഇൻഫർമേഷൻ ഓവർലോഡ് ആയതുകൊണ്ട് ഇത് മുങ്ങിപ്പോയതാവാനും ഒരു സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാടുണ്ടല്ലോ ഇതിൽ, എല്ലാത്തിലും കൂടെ നമുക്ക് തലവെക്കാൻ പറ്റില്ല. എന്നാൽ ചില സാധനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഒരുപാട് സാധനങ്ങൾ വരുമ്പോൾ അതിൻ്റെതായ ചലഞ്ച് ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാനിപ്പം കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ, എൻ്റെ ഓഫീസ് കേരള സ്റ്റാർട്ടപ്പ് മിഷനിലാണ് കൊച്ചിയിൽ.
അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചയിലും മിക്ക ദിവസം തന്നെ ഏതെങ്കിലുമൊക്കെ പിള്ളേരോട് വന്നിട്ട് അവിടെ KSUമിലെ സ്റ്റാഫ്സിന്റെ അടുത്ത് ചോദിക്കും ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ. ഇങ്ങനെ തപ്പി നടക്കുന്ന പിള്ളേരുണ്ട്. ഇപ്പം ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ എൻ്റെ പഴയ ഒരു ടീച്ചറിന്റെ മോളാണ്, പുള്ളിക്കാരത്തി എഞ്ചിനീയറിംഗ് കോളേജിലെ ടീച്ചറിന്റെ മോള്. ആവശ്യമില്ല ഇന്റേൺഷിപ്പ് ചെയ്യണ്ടേ, പക്ഷെ എന്നിട്ടും ചോദിച്ച് ഇന്റേൺഷിപ്പ് മേടിച്ച് ചെയ്യുന്നവരുണ്ട്. ഇതേ റിയലി ജെനുവൻ. അല്ലാതെ ഒരു മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് മാത്രമല്ല അവർ ചെയ്യുന്നത്. മാൻഡേറ്ററി അല്ലാതെ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. എനിക്കിത് ഈ സമയം ഈ ഗ്യാപ്പാണ്. ഇപ്പൊ ഞങ്ങളുടെ മാർക്കറ്റിംഗിലോ സെയിൽസിലോ ഒരു പയ്യനുണ്ട്. ആള് ഇതുപോലെ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ആളാണ്. പുള്ളി ചോദിച്ച് വന്ന് ഇന്റേൺഷിപ്പ് എടുത്തത്. പുള്ളിക്ക് ഈ എന്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പൊ ഇന്റേൺഷിപ്പിന്റെ ആവശ്യമില്ല. MBA പുള്ളിക്ക് ഇന്റേൺഷിപ്പിന്റെ ആവശ്യമില്ല. പുള്ളി ഞാൻ സെം ബ്രേക്കിൽ വന്ന് ഇന്റേൺഷിപ്പിന് വന്നു 2 മാസത്തേക്ക് 1 മാസത്തേക്ക്. ഇത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞ പുള്ളി വേറെ എവിടെയാ പോകാൻ പോവാണ് അടുത്ത ബ്രേക്കിന്. ഹി ഈസ് വെരി സീരിയസ് അബൌട്ട് ഹിസ് കരിയർ. അങ്ങനെ ചെയ്യുന്നവര് നാച്ചുറലി ദേ വിൽ ഗെറ്റ് പിക്ഡ് ബൈ ഗുഡ് കമ്പനീസ്. കാരണം അവർക്ക് ഓൺ ദ ഗ്രൗണ്ട് സംഭവം അറിയാം. എനിക്ക് തോന്നുന്നു അങ്ങനെ കരിയർ ഡ്രിവൺ ആയിട്ടുള്ള കരിയറിന് വേണ്ടിയിട്ട് പഠിക്കുന്നു എന്നുള്ള ഒരു സെറ്റ് ഓഫ് കാൻഡിഡേറ്റ്സും മേ ബി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി കരിയർ രണ്ടും തെറ്റൊന്നുമല്ല കേട്ടോ. കാരണം അവർ മറ്റേത് നോക്കുന്നത് ചിലപ്പം കുറെ കൂടെ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ആകാം, ആർട്സ് ഇൻവോൾവ്മെന്റ് ആകാം, കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ആകാം, ഇറ്റ് കുഡ് ബി എനിത്തിങ്. ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ലൈക്ക് അറൌണ്ട് ദ ടൈം യു പാസ് ഔട്ട് എന്ന് വെച്ചാൽ ആ പാസ് ഔട്ട് ആവുന്നതിന് ഒരു 2-3 മാസം മുന്നേ തൊട്ട് 2-3 മാസം കഴിയുന്ന ആ ഒരു 6 മാസം ഉണ്ടല്ലോ, ഈ സമയം നല്ല വൃത്തിക്ക് ഒരു ഫിനിഷിംഗ് സ്കൂൾ തോട്ട് പ്രോസസ്സിൽ നമ്മൾ വേണമെങ്കിൽ പുറത്ത് പോയി പഠിക്കുവോ, തന്നെ പഠിക്കുവോ, ICT പോലത്തെ സ്ഥലത്ത് വരുവോ, എന്ത് വേണം ചെയ്യാമല്ലോ. ആ സമയം കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല. അതായത് ഇപ്പോൾ എഞ്ചിനീയറോട് 4 വർഷവും പോയി നമ്മൾ കരിയറെന്നും പറഞ്ഞ് നിന്ന് കോളേജിന്റെ ഒരു എലമെന്റും കിട്ടാതെ പോയിട്ടും കാര്യം. ഇതെല്ലാം നമുക്ക് വേണം. അപ്പം ആ ഒരു 6 മാസം, അവസാനത്തെ 6 മാസം അസ്യൂമിങ് ബേസ് സ്ട്രോങ് ആണെങ്കിൽ അവസാനത്തെ 6 മാസം നമ്മൾ കരിയറിൽ ഹെവിലി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ യുൽ ഗെറ്റ് ഡീസെന്റ് ആയിട്ട് നമുക്ക് കരിയർ പുഷ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ ഒരു ഇന്റേൺഷിപ്പ് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും ഏകദേശം അതിനെ ചുറ്റി പറ്റിയായിരിക്കും നടക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ളൊരു സമയത്തിൽ ഒരു കാൻഡിഡേറ്റ് ഐ വോണ്ട് ടു ഡു എ ഗുഡ് ഇന്റേൺഷിപ്പ് എന്നൊരു ഇന്റൻഷനോട് കൂടി വരുന്ന കാൻഡിഡേറ്റിന് ഹൗ വിൽ യു സജസ്റ്റ്, അതായത് ഒരു നല്ല ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സജസ്റ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും സജഷൻസ് അവർ ചോദിക്കണം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പെയ്ഡ് ഇന്റേൺഷിപ്സ്, ഞാൻ പെയ്ഡ് മോശമാണോ നല്ലതാണോ എന്നൊന്നും അല്ലാട്ടോ പറയണേ. ഇപ്പം അത് ഒരു ബിസിനസ് പ്രോസസ്സാണ്. അപ്പൊ അവിടെ എത്രത്തോളം അവർക്ക് അതിന്റെ ലേണിംഗ് കണ്ടെന്നവർ ചോദിച്ച് മനസ്സിലാവും. എനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോജക്ട് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് കൺസിഡർ ചെയ്തുകൊണ്ട് ഈ പ്രോജക്ട് ചെയ്യാം, അല്ലാതെ ചുമ്മാ പേരിന് ചെയ്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാം. സോ ദേ ഹാവ് ടു ബി കോഷ്യസ് ആൻഡ് വിജിലന്റ് ഇനഫ് ടു ആസ്ക് ഈ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് പ്രൊവൈഡർ അടുത്ത്, ഫ്രീ ആണെങ്കിലും പെയ്ഡ് ആണെങ്കിലും, അങ്ങോട്ട് കാശ് കൊടുക്കുന്നത് ഇങ്ങോട്ട് കാശ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഏതാണേലും അവരോട് ചോദിക്കാൻ പറ്റണം. അതായത് എനിക്കിതിൽ നിന്ന് എന്താണ് ലേൺ ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് എന്താണ് അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. കാരണം ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട പോലെ ചെയ്താൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആക്ച്വൽ ഇൻഡസ്ട്രിയിലെ ഒരു പ്രോബ്ലത്തിന്റെ ഭാഗമാകാൻ പറ്റുമാണ്. ആൻഡ് ദാറ്റ്സ് നോട്ട് എൻ ഈസി ഓപ്പർച്യൂണിറ്റി. അത് പെട്ടെന്ന് എല്ലാവർക്കും കിട്ടുന്നതല്ല. ഇപ്പം കോമൺ ആണെങ്കിലും പണ്ട് നമുക്കൊന്നും ആലോചിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. അന്നും ഇപ്പം IITസിലൊക്കെ ഇത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിതൊരു ഇങ്ങനെ സാധനം കേട്ടിട്ട് പോലും ഇല്ല. ഇന്റേൺഷിപ്പ് നമുക്ക് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, അവസാനത്തെ 6 മാസം പ്രോജക്റ്റ് ഉണ്ട്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതിനേക്കാളും കൂടുതലുണ്ട്. ആൻഡ് മോർ ദാൻ ദാറ്റ് കമ്പനീസ് ആർ വില്ലിംഗ് ടു പ്രൊവൈഡ് ഇന്റേൺഷിപ്പ്. അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈപ്പ് ഓഫ് കമ്പനി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കുന്നതിലാണ്. എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞ് വരുന്നതും എനിക്ക് എന്തെങ്കിലും ടോപ്പിക്കിൽ ഒരു ഇന്റേൺഷിപ്പ് താന്ന് പറയുന്നതും വ്യത്യാസമാണ്. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് എനിക്കിവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, വാട്ട് ഇസ് ദ വാല്യൂ ദാറ്റ് ഐ ക്യാൻ ആഡ്. വലുതായിട്ടൊന്നും കാണത്തില്ല, ചെറുതായിരിക്കും. കാരണം ഒരു സ്റ്റുഡന്റിന് എത്രത്തോളം ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ എന്നാൽ നന്നായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്ത പിള്ളേരെ നമ്മുടെ ഇവിടെ ഓഫീസിൽ വന്നിട്ടുണ്ട്, നല്ല ഇന്റേൺഷിപ്പ് ചെയ്ത പിള്ളേർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കി കറക്റ്റ് ഇന്റേൺഷിപ്പ് എടുക്കുക എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അതെനിക്കുന്ന കോളേജിലെ ഫാക്കൽറ്റീസിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവർ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു നല്ല എൻവയൺമെന്റ് ആണ്. ഇപ്പൊ ട്രിവാൻഡ്രത്താണെങ്കിലും കൊച്ചിയിലാണെങ്കിലും ചെന്ന് അങ്ങ് ഹിറ്റ് ചെയ്ത് കയറുക, എനിക്ക് ഇങ്ങനെ സാധനം പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുൽ ഗെറ്റ് സംതിങ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു ഇപ്പോഴും ഇന്റർവ്യൂ, ഇപ്പോൾ റെസ്യൂമിയുടെ കാര്യം ഇതെല്ലാം പറഞ്ഞ പോലെ തന്നെ, പക്ഷേ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു റെലവെന്റ് ആസ്പെക്ട് ആയി നിൽക്കുക തന്നെയാണ് ജോബ് ഹണ്ടിങ്ങിന്റെ പാർട്ടായിട്ട്. അപ്പോൾ ഈ ഒരു ന്യൂ AI എറ ഒരു കാൻഡിഡേറ്റ് എങ്ങനെയായിരിക്കണം ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഓക്കെ. ഇപ്പം ഞാനൊരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് പറയാം. അതായത് നമ്മളിപ്പം ആക്റ്റീവ്ലി ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ നമ്മുടെ പണ്ടത്തെ രീതി എന്ന് പറയുന്നത് ഒരു ആദ്യത്തെ ഒരു ടെലിഫോൺ കോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിയും. ആൾ കുഴപ്പമില്ലെങ്കിൽ നമ്മളിവരെ ഓഫീസിലോട്ട് വിളിക്കും, എന്നിട്ട് ഹാൻഡ്സ് ഓൺ ഇൻ്റർവ്യൂ ചെയ്യും. അപ്പോൾ ഹാൻഡ്സ് ഓൺ ഇൻ്റർവ്യൂവിൽ പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഹാൻഡ്സ് ഓൺ നന്നായിട്ട് ചെയ്താൽ നമ്മൾ അവരെ ഹയർ ചെയ്യും, കാരണം ആൾ നല്ലതാണല്ലോ. പക്ഷേ ഇപ്പോഴത്തെ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ക്യാപ്സ്യൂൾസ് ആയിട്ട് ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക്. എന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് കറക്റ്റ് അറിയാം. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഒരു ബാക്ക് തന്നെ, ഞാൻ ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്,
ഇങ്ങനെ ഒരു സാധനം വേണം, ഇങ്ങനെ API വേണം, അങ്ങനെ ഒരു സാധനം വേണം, ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട് അതിന്. അപ്പോൾ ഒരു ഫ്രഷർ എഴുതുന്നതിന് ഓക്കെ ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് ഈ ഒരു APIയുടെ ഒരു ലെയർ ഉണ്ടാകും, ഒരു മിഡിൽ വെയർ എഴുതേണ്ടി വരും, ഇതെല്ലാം അവർക്ക് കറക്റ്റായിട്ട് അറിയാം. ഈ ഒരു പാറ്റേണിൽ ഇവർക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം. പക്ഷെ ഇവർ ഇത് കഴിഞ്ഞ് നമ്മൾ എംപ്ലോയ്മെന്റിലോട്ട് ഇടുമ്പം ഡീബഗ് ചെയ്യാൻ കഷ്ടപ്പെടുന്നുണ്ട്. നമുക്കത് ഭയങ്കര പാടാണ് അത് കാണാനായിട്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച തൊട്ട് നമ്മൾ അതിൻ്റെ ഒരു പാറ്റേൺ മാറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഓഫീസിൽ വിളിക്കുമ്പോൾ ആദ്യം ഹാൻഡ്സ് ഓൺ കൊടുക്കില്ല. നമ്മുടെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ കൂടെ നിർത്തും, നമ്മുടെ കോഡ് ബേസ് തന്നെ ഓപ്പൺ ചെയ്യും, എന്നിട്ട് ഇതൊന്ന് ട്രേസ് ചെയ്ത് കാണിക്കാൻ പറയും. ആ ഒരു ഫ്ലോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമല്ല, ബേസിക്സ്. ഇവിടെ തന്നെയാണ് ആളുകൾക്ക് പ്രശ്നം വരുന്നത്. അവിടെ നമുക്ക് ബേസിക്സ് അറിയാം. ബേസിക്സ് സ്ട്രോങ് ആണെങ്കിൽ ബാക്കി അവർ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പറയും ഇപ്പം നമുക്കൊരു ഇതുണ്ട് API, ആ API വർക്ക് ചെയ്യുന്നില്ല, നമ്മൾ തന്നെ കണ്ട് ബാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇതൊന്ന് സോൾവ് ചെയ്ത് കാണിക്കാറ് നമ്മുടെ കോഡ് ബേസിൽ തന്നെ. അപ്പം അവർക്ക് ആ കംഫർട്ട് ലെവലിൽ നമ്മൾ അപ്പം തന്നെ മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് പണി അറിയാമെങ്കിൽ ഇവർ അടുത്ത റൗണ്ടിലോട്ട് പോകത്തുള്ളൂ. എന്നിട്ടാണ് നമ്മൾ ഹാൻഡ്സ് ഓണിലോട്ട് പോകുന്നത്. ഞാൻ നോക്കട്ടെ, അത് ഭയങ്കര വ്യത്യാസമാണ്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാപ്സ്യൂൾ പോലെ ഇവർക്ക് എക്സാക്ട്ലി അറിയാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതിനപ്പുറോ ഇപ്പുറോ ചോദിച്ചാൽ നടക്കില്ല. മെജോറിറ്റി ഓഫ് നമ്മൾ ഒരു ഫ്രഷർ അല്ലേ ഇത്രയും ചെയ്തില്ലേ എന്ന് നമ്മളൊരു ഭയങ്കര ബയാസ്ഡ് ആവും കാണാൻ നേരത്ത്. കാരണം ഒരു ഫ്രഷറിൽ നിന്ന് നമ്മൾ ഇത്രയും കംപ്ലീറ്റ്നെസ് എക്സ്പെക്ട് ചെയ്യില്ല. പക്ഷെ അവർക്ക് അതേ അറിയാവുള്ളൂ എന്നുള്ളതാണ്. ഞാൻ ജനറലൈസ് ചെയ്യുമല്ല, ബട്ട് ദർ ഇസ് എ ഹയർ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ where this is happening. I think നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കാര്യം, അതായത് സ്വന്തമായിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന എബിലിറ്റി ഉള്ള ഒരാൾക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യാൻ, അതായത് ഈ പ്രോബ്ലം എന്താണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അതിനെ മേ ബി പല സാഹചര്യങ്ങളിലും ഈ ഒരു ഓർഗനൈസേഷൻ ചിന്തിക്കാത്ത രീതിയിൽ ചിലപ്പോൾ അതിനെ അപ്രോച്ച് ചെയ്യാനും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പറ്റും. ഇപ്പം അവിടെ തന്നെ നമ്മളിപ്പം ഒരു പെർട്ടിക്കുലർ സ്കില്ലുള്ള ഒരാൾ അയാളുടെ അല്ലാത്ത സ്കില്ലിൽ പോലും അവർക്ക് ഡീബഗ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക്. കാരണം അവർക്ക് ബേസിക് കോഡിംഗ് മെത്തഡോളജി അറിയാം. ഇപ്പം ഇതിവിടെ പൊട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്നേണ്ടി ആയിരിക്കുമല്ലോ, അവർ ആദ്യം അവിടെ പോയി നോക്കും. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. പക്ഷേ എല്ലാവരും നമുക്കത് കിട്ടത്തില്ല. അപ്പം അത് വിത്ത് എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ് ആണ്. ഈ പ്രാക്ടീസ് ആണ് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേ ഹാവ് ടു ഗെറ്റ് ദെയർ ഹാൻഡ്സ് ഡേർട്ടി. അതായത് കൈകൊണ്ട് പണി എടുത്തിട്ടുണ്ടാകും. ഇവർക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഒരു സൈബർ സെക്യൂരിറ്റി ഒക്കെ പഠിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് സ്വന്തം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹാക്ക് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും കുറച്ചുകൂടി വാല്യുബിൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് നടക്കുന്നത്. നമുക്ക് വളരെ സിമ്പിൾ ആണ്. ഒരു ഷെഫിന്റെ ഒരു കോഴ്സ് പഠിക്കുന്ന ആള് സ്വന്തമായിട്ട് കുക്ക് ചെയ്യില്ലേ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മാത്രം എന്തുകൊണ്ടാണ് സ്വന്തമായിട്ട് കോഡ് എഴുതാത്തത്? അതേ നമുക്ക് ബാക്കി എല്ലാ ഇൻഡസ്ട്രിയിലും ഇതെല്ലാം ആപ്ലിക്കബിൾ ആണ്. പക്ഷേ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി വരാൻ നേരത്ത് ഇതെല്ലാം നമ്മൾ വി കട്ട് ദ കോർണർ ആൻഡ് മേക്ക് ഇറ്റ് സോ ഡൈല്യൂട്ടഡ്. ഫോക്കസ് വരും. സാർ, ഇന്ന് ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ന് ഒരു യങ് അഡൽട്ടിന് പോലും, അതായത് കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് പേരും സ്വപ്നം കാണുന്ന ഒരു രീതിയിലേക്കാണ്. മുൻപുണ്ടായിരുന്നതിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത്. അതായത് ദിസ് ഈസ് വാട്ട് ഐ വാണ്ട്, എനിക്ക് ഐ വാണ്ട് ടു ബി മൈ ഓൺ ബോസ് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളോടുകൂടി, അല്ലെങ്കിൽ അതൊരു ബഗ്ഗായിട്ട് കയറിയിട്ട് എന്നാൽ അതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് എടുക്കുന്നു, ഞാൻ ഈ ഫീൽഡ് എടുക്കുന്നു എന്നൊക്കെ തീരുമാനിച്ച് വരുന്ന കാൻഡിഡേറ്റ്സ് ഒരുപാട് പേര് കാണുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഈ ഒരു ഇക്കോസിസ്റ്റം അതിനെ ഒരുവിധം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കാൻഡിഡേറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഒബ്വിയസ്ലി ഇതിനെക്കുറിച്ച് നമുക്ക് ആഗ്രഹം മാത്രം പോരല്ലോ, അതിൽ ഒരുപാട് റോഡ് ബ്ലോക്സ് വരാം, അതിൽ ഒരുപാട് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൽ നിന്നും വ്യത്യാസമുള്ള രീതിയിൽ ഇത് പല രീതിയിലുള്ള സംഗതികൾ അവർ ഫേസ് ചെയ്യും. അങ്ങനെയുള്ള വരുന്ന ഒരു കാൻഡിഡേറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റുഡൻറ്റിന് വാട്ട് വുഡ് ബി യുവർ ലൈക്ക് ഇതാണ് ഈ ഒരു 4 പോയിന്റ് അല്ലെങ്കിൽ ഒരു 3 പോയിന്റാണ് നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ? സോ ബേസിക്കലി നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആംഗിളിൽ നിന്ന് മാത്രം ആലോചിക്കും. അതായത് ഈ പ്രോബ്ലം വാലിഡ് ആണോ എന്ന് നമ്മൾ വാലിഡേറ്റ് ചെയ്യില്ല. ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിക്ക് ബസ്സിൽ പോയപ്പം എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം വന്നു, ഞാനിത് സോൾവ് ചെയ്യാൻ പോവാണ്. മനസ്സിലായി? ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അല്ലാതെ ഇതൊരു വൈഡർ പ്രോബ്ലം ആണോ, ഇതിനൊരു ബിസിനസ് സിഗ്നിഫിക്കൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിനൊരു സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്നൊന്നുമില്ല. അപ്പോൾ ഈ വാലിഡേഷൻ, പ്രോബ്ലം വാലിഡേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ബ്ലോക്കാണ്. അത് ആളുകൾ ചെയ്യുന്നത് വളരെ, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവസാനം നോക്കി ഇവാലുവേറ്റ് ചെയ്ത് വരാൻ നേരത്ത് വി സീ ദാറ്റ് ഇറ്റ് ഇസ് കട്ട് ടു തിൻ. ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ അകത്ത്. ഒരു ബിസിനസ് വയബിലിറ്റി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അതൊന്ന്. 2, നമ്മൾ ഈ ഐഡിയൽ കസ്റ്റമർ പെർസോണ ICP എന്ന് പറയും. ഈ ഐഡിയൽ കസ്റ്റമർ പെർസോണനെ ഐഡന്റിഫൈ ചെയ്യാതെ നമ്മൾ ആദ്യം തന്നെ പ്രൊഡക്റ്റ് അങ്ങ് ബിൽഡ് ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് എന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് ചിന്തിക്കുമ്പോൾ IT ആണെങ്കിൽ ആദ്യം തന്നെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഒരു കൂൾ ഫാക്ടർ.
പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് പോലും എഴുതുന്നതിന് മുന്നേ നമ്മൾ എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് സോൾവ് ചെയ്യുന്നത്, ഇതിൽ അത്രയ്ക്ക് പ്രോബ്ലം ജെനുവിൻ ആണോ, ഇതിനൊരു ബിസിനസ് വയബിലിറ്റി ഉണ്ടോ, പിന്നെ ഇത് ആരാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, ആ ഐഡിയൽ കസ്റ്റമർ പെർസോണ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നത്. അത് മിക്കവരും ചെയ്യാറില്ല. ഇപ്പം എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു 70 വയസ്സിന് മേലോട്ടുള്ള ആളുകൾക്ക് ഒരു ഫോൺ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഫോണ്ടിന്റെ സൈസ് എന്തായിരിക്കും? സിമ്പിൾ എക്സാമ്പിൾ ആണ്. പക്ഷേ ഒരു യങ് ക്രൗഡിന് വേണ്ടിയാണെങ്കിൽ അത്രയും വലിയ ഫോണ്ട് വെക്കുമോ? ഇല്ല. സോ ഇത് ഐഡിയൽ കസ്റ്റമറിനെ അറിയാവുന്നതുകൊണ്ടല്ലേ നമുക്ക് ആ ഫീച്ചർ വന്നത്. ഇത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സാധനം ആർക്ക് വേണ്ടിയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ആദ്യം ആലോചിക്കുക. അപ്പൊ ഒന്ന് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്യുക, ഒരു ക്രിട്ടിക്കൽ നമ്പറിൽ വാലിഡേറ്റ് ചെയ്യുക. 2-3 പേര്, ഞാൻ എൻ്റെ അങ്കിളിൻ്റെ അടുത്തും ആൻറ്റിയുടെ അടുത്തും ചോദിച്ചു, അവർ രണ്ടുപേരും എഗ്രി ചെയ്തു. അത് ഞാൻ ഒട്ടും എക്സാഗ്രേറ്റ് ചെയ്യല്ല, ചെയ്യുന്ന ആളുകളാട്ടോ അത്. 2 ഐഡിയൽ കസ്റ്റമർ പേഴ്സണെ കറക്റ്റായിട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. 3 ഇതെങ്ങനെയാണ് നമ്മൾ ഓടിക്കാൻ പോണത്, ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ യൂണിറ്റ് എക്കണോമിക്സ്. ഇപ്പം എസ്പെഷ്യലി വിത്ത് AI നമ്മൾ എല്ലാം ഈ പ്രോംപ്റ്റിനെ വെച്ചിട്ട് നമ്മൾ അങ്ങ് ഡെവലപ്പ് ചെയ്ത് കൂട്ടും. ഇതിന് ഒരു യൂണിറ്റ് എക്കണോമിക്സ് ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ സാധനം ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും കാശിലുണ്ട്, ടോക്കൺ ഇത്രയും കൺസംഷൻ ആണ്, വിൽ പീപ്പിൾ ബി വില്ലിംഗ് ടു പേ ഫോർ ഇറ്റ്. അപ്പോൾ ആ പേയിങ് പ്രൊപ്പൻസിറ്റി ഉള്ള കസ്റ്റമറിനെ ഐഡന്റിഫൈ ചെയ്യണം, ഇവർ പേ ചെയ്ത് മേടിക്കുമെന്ന് ഉറപ്പ് വരുത്തണം, ഇതിനൊരു നല്ല യൂണിറ്റ് എക്കണോമിക്സ് ഉണ്ടാവണം. ഞാൻ മുടക്കുന്നതിനേക്കാളും കൂടുതൽ ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും എനിക്ക് റിട്ടേൺ കിട്ടണം. ഈ 3 അവർ എക്സ്പെക്ട് ചെയ്യേണ്ട റോഡ് ബ്ലോക്ക്. അതായത് ഇനി ഇത് റോഡ് ബ്ലോക്ക് എന്നുള്ള രീതി പറയുവാണെങ്കിൽ ആദ്യത്തത് എന്തായിരിക്കും റോഡ് ബ്ലോക്ക്? ബിസിനസ് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ there will not be a user for it. വാലിഡ് പ്രോബ്ലം അല്ലെങ്കിൽ യൂസർ ഉണ്ടാവില്ല, ദാറ്റ്സ് എ റോഡ് ബ്ലോക്ക്. പിന്നെ രണ്ടാമത്തത് ഐഡിയൽ കസ്റ്റമർ പെർസോണ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ റോഡ് ബ്ലോക്ക് വരാൻ പോകുന്ന അഡോപ്ഷൻ ഉണ്ടാവില്ല. കാരണം എൻ്റെ പ്രോബ്ലം ഞാൻ എന്ന കസ്റ്റമറിന് വേണ്ടിയിട്ടല്ല ഇവർ ചെയ്ത്, പിന്നെ ഞാൻ എന്തിനും അഡോപ്റ്റ് ചെയ്യണം. യൂണിറ്റ് എക്കണോമിക്സും ഫിനാൻഷ്യൽ ആസ്പെക്ട്സും ക്യാഷ് ഫ്ലോ നോക്കിയില്ലെങ്കിൽ കമ്പനി 2ാം പക്കം പൂട്ടിപ്പോകും. കാരണം യു നീഡ് ടു മെയിൻറ്റെയിൻ ദ ക്യാഷ് ഫ്ലോ. ഇതാണ് മേജർലി വരാൻ പോകുന്ന 3 റോഡ് ബ്ലോക്സ് ഇതായിരിക്കും. 3 അല്ലോട്ടോ, ഇഷ്ടംപോലെ പറയാം, പക്ഷെ 3 പറഞ്ഞുകൊണ്ട് ഇതാണ് ബിസിനസ് എന്ന് പറയുമ്പം തുടങ്ങാൻ വരുന്ന ആൾക്കാർക്ക് സ്വന്തമായിട്ടൊന്നും ഇവാലുവേറ്റ് ചെയ്യാം. അതെ, ഇതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിനെല്ലാം കൂടെ ഞാൻ പറയണ ഒറ്റ ലൈനിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്ന് പറഞ്ഞത് ഗൂഗിൾ ചെയ്യുക. അപ്പോൾ ഒരു ഗ്രിഡ് കിട്ടും, അതിൽ 9 ആണെന്ന് തോന്നുന്നു ഐറ്റംസ് ഉണ്ട്. അതിനെ ആൻസർ ചെയ്യുക. ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്ന് ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ ഈ ബിസിനസ് മോഡൽ ക്യാൻവാസിൽ നമ്മൾ ഇതിന് ആൻസർ എഴുതി കഴിയുമ്പം വി വിൽ ബി ഷുവർ ദാറ്റ് അറ്റ്ലീസ്റ്റ് ഓൺ എ പീസ് ഓഫ് പേപ്പർ മൈ ബിസിനസ് ഈസ് സക്സസ്ഫുൾ. അപ്പോൾ ഈ മിനിമം പേപ്പറിലെങ്കിലും ഇത് സക്സസ് ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാവുള്ളൂ. അപ്പോൾ ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്ന് ഗൂഗിൾ ചെയ്താൽ ഇമേജ് കിട്ടും, പ്രിന്റ് ഔട്ട് എടുക്കുക, എഴുതുക. യു വിൽ ബി കോൺഫിഡൻറ്റ് ദാറ്റ് ഓക്കെ ഐ നോ വാട്ട് ഐ എം ഡൂയിങ്. ഇതിപ്പോൾ നമ്മൾ റോഡ് ബ്ലോക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പം നേരത്തെ സാർ പറഞ്ഞ ആ ഒരു 3 മസ്റ്റ് ഹാവ് ക്വാളിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെയായിരിക്കും? 3 മസ്റ്റ് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ഒന്ന് പവർ ഓഫ് ആസ്കിങ്. നമുക്കൊരു മടി ഉണ്ടാവരുത് പോയി ചോദിക്കാനായിട്ട്. ഇപ്പം നമുക്ക് ഉറപ്പായിട്ട് നമ്മുടേതായ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവില്ല. നമുക്ക് സ്കില്ല് ലിമിറ്റേഷൻ ഉണ്ടാകും, ഫിനാൻഷ്യൽ ലിമിറ്റേഷൻ ഉണ്ടാകും, നെറ്റ്വർക്ക് ലിമിറ്റേഷൻ ഉണ്ടാകും. നമ്മുടെ നെറ്റ്വർക്ക് ഇതെല്ലാം നമുക്ക് കുറവാണെങ്കിലും നമുക്ക് പോയി ചോദിച്ചാൽ ഇതെല്ലാം തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. സോ ദ പവർ ഓഫ് ആസ്കിങ് എന്ന് പറയുന്നതാണ് ഞാൻ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിസൈൻ തിങ്കിങ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഉള്ള എംപതൈസിങ് വിത്ത് യോർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓർ കസ്റ്റമർ. അത് വളരെ കീ സ്കില്ലാണ്. കാരണം എങ്കിലും നമ്മൾ കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്നുണ്ടോ, വേണ്ടതാണോ കിട്ടുന്നതെന്ന് അറിയാൻ പറ്റുക അല്ലേ. പിന്നെ 3ാമത്തത് ഒരു ബേസിക് അവയർനെസ് അബൌട്ട് ഫിനാൻസ്. കാരണം നമുക്ക് ഇപ്പം ഈ ടിപ്പിക്കലി ടെക് സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും ഇല്ലാത്ത സാധനം, ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ വളരെ ബേസിക്സിൽ നിൽക്കുന്ന പീസാണ് ഫിനാൻഷ്യൽ അവയർനെസ് എന്ന് പറയുന്ന പീസ്. അത് നമുക്ക് ഉണ്ടാവണം കുറെ കൂടെ. ദാറ്റ് വിൽ ഹെൽപ്പ് യു ലോട്ട്. ഫണ്ടിങ് അങ്ങനെ ഒന്നും പോകണമെന്നില്ല. നമുക്ക് ഒരു ബേസിക് യൂണിറ്റ് എക്കണോമിക്സ് ഉണ്ടല്ലോ. അതായത് യൂണിറ്റ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഇത്രയും മാർക്കറ്റിങ്ങിന് മുടക്കി, ഇത്രയും സെയിൽസിന് മുടക്കുന്നുണ്ട്, ഇത്രയും എഞ്ചിനീയറിംഗിന് വിടുന്നു, ഇത്രയും ഓഫീസ് അഡ്മിനിസ്ട്രേഷന് പോകുന്നു, ഇത്രയും ഞാൻ സാലറിയിൽ മുടക്കുന്നുണ്ട്, ഇനി ഞാൻ എത്ര രൂപയ്ക്ക് ഇത് വിൽക്കാൻ പറ്റും. അപ്പോൾ ഇത് എൻഡ് ഓഫ് ദി ഡേ ലാഭം ത്തിലോട്ട് ഇന്നല്ലേ നാളെ എത്തണമല്ലോ, ഇന്നില്ലെങ്കിൽ നാളെയെങ്കിലും. ഇത് പിന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഡിസ്കഷൻ വരുമ്പോഴത്തേക്ക് എത്ര ഡൈല്യൂട്ട് ചെയ്യാം, എത്ര എമൗണ്ട് വേണം, എൻ്റെ ഈ ബിസിനസ് ഞാൻ ഇനി അടുത്ത 18 മാസം ഓടിക്കണമെങ്കിൽ ഈ 18 മാസം റൺവേയിൽ എനിക്കിത് ഓടിക്കണമെങ്കിൽ എത്ര ഫണ്ട് ഞാൻ റേസ് ചെയ്യണം. ഇതൊക്കെ നമുക്ക് ഒന്നും അറിയാൻ പറ്റാത്ത ടോപ്പിക് ആണെങ്കിൽ നമുക്ക് നിൽക്കാൻ പാടാം. സോ ഫിനാൻഷ്യൽ ആൻഡ് ആ ഒരു ബേസിക് അവയർനെസ് ഉണ്ട്, ദാറ്റ് ഇസ് കീ. ഒരു റണ്ണിങ് എക്സ്പെൻസിനെ കുറിച്ചെങ്കിലും ഒരു അവയർനെസ് ഉണ്ടാവണം. ഓക്കെ. സോ നമ്മൾ ഇത്രയും നേരം മിസ്റ്റർ ദീപു സേവ്യറിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത സമയത്ത് നമുക്ക് നമ്മളുടെ ഇൻഡസ്ട്രിയിലേക്കുള്ള എൻട്രിയെ കുറിച്ചും അതുപോലെ തന്നെ ഒരു
റിക്രൂട്ടർ എന്നുള്ള നിലയിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ഒരു ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്, അതിലേക്ക് എങ്ങനെ ഓരോ കാൻഡിഡേറ്റ്സിനും ഓരോ സ്റ്റുഡൻറ്റിനും എങ്ങനെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ എങ്ങനെയാണ് സ്വന്തമായി ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു പെർസോണ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും പ്രോബ്ലം സോൾവിങ് എബിലിറ്റി പോലുള്ള സ്കിൽസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതുപോലെ തന്നെ ഇനി അതല്ല സ്വന്തമായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ തുടങ്ങുന്നു അഥവാ ഒരു ഓൺടർപ്രണർഷിപ്പ് എന്നുള്ള ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകേണ്ടവർ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ 2 പതിറ്റാണ്ട് നീണ്ട ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് അദ്ദേഹം നമുക്ക് ഒരുപാട് വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻസൈറ്റ്സ് നമുക്ക് തരികയുണ്ടായി. സോ താങ്ക് യു സർ, താങ്ക് യു ഫോർ ഷെയറിങ് യുവർ നോളജ് വിത്ത് അവർ ICT കമ്മ്യൂണിറ്റി. താങ്ക് യു സോ മച്ച്.